മുള്ളുകുടിയൻ. രണ്ടാമത്തേത് വലാ മുഅ്മിനും ബിസിഹിരിൻ എന്ന. വലാ മുഅ്മിനും ബിസിഹിരിൻ, സിഹിറിൽ വിശ്വസിക്കുന്നവൻ. മറ്റൊരു റിപ്പോർട്ടിൽ വലാ മുസദ്ദിഖും ബിസിഹിരിൻ എന്ന് വന്നിട്ടുണ്ട്. പലപ്പോഴും സമൂഹത്തിൽ ചില ആളുകളൊക്കെ അതിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. സിഹിരിൽ വിശ്വസിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ സാഹിരിൽ വിശ്വസിക്കുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് ദുർവ്യാഖ്യാനം നടത്താൻ ശ്രമിക്കാറുണ്ട്. ഇനി സാഹിരിൽ വിശ്വസിക്കുന്നവനാണെങ്കിലും യഥാർത്ഥത്തിൽ ആളെ വിശ്വാസം എന്താ? സാഹിറിന്റെ സിഹിർ കൊണ്ട് എനിക്ക് ഗുണമോ ദോഷമോ ഉണ്ടാവുമെന്ന വിശ്വാസമാണ് സാഹിറിലുള്ള വിശ്വാസം. അപ്പൊ ആ സിഹിർ കൊണ്ട് എനിക്ക് ഗുണമോ ദോഷമോ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നതോടുകൂടി അദ്ദേഹം എന്ത് ചെയ്യുന്നു? വൈബിയായിട്ട് ഗുണമോ ദോഷമോ വരുത്തി വെക്കാൻ, ആ ഗുണമോ ദോഷമോ പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹുവിൽ നിന്നാണ് എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വത്തിൽ നിന്ന് ഒഴിവാകുന്നു. അവിടെയാണ് അത് ശിർക്കാണ് എന്ന് നമ്മൾ പറയാൻ കാരണം. കൂട്ടത്തിൽ പറയട്ടെ, ചിലപ്പോ വേറൊരു ചോദ്യമായിട്ട് വന്നേക്കാം, മൂസാ നബിക്ക് സിഹിർ ഫലിച്ചില്ലേ എന്ന്. മൂസാ നബിയുടെ മുമ്പിൽ അവതരിപ്പിച്ച സിഹിർ പ്രവാചകന് ജൂതൻ ചെയ്തു എന്ന് പറയുന്ന ഗൂഢോത്രമല്ല. അത് കൺകെട്ട് വിദ്യയാണ്, ജാലവിദ്യയാണ് മൂസാ അലൈഹി സ്വലാമയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് ഫലിച്ചിട്ടില്ല. ഖുർആൻ തന്നെ പറഞ്ഞത് യുഹയ്യലു ഇലൈഹി എന്ന, അദ്ദേഹത്തിന് തോന്നി എന്നാ പറഞ്ഞിട്ടുള്ളത്, ഫലിച്ചിട്ടില്ല. അതിങ്ങനെ ഇഴയുന്നതായിട്ട് തോന്നി. അപ്പോൾ അദ്ദേഹത്തിന്റെ മുഅ്ജിസത്താകുന്ന വടി നിലത്തിട്ട് അതിനൊക്കെ എന്ത് ചെയ്തു? വിഴുങ്ങിക്കളഞ്ഞു. ആദ്യമായി മൂസാ അലൈഹി സ്വലാമയിൽ ഫിറൗനിന്റെ എതിർപ്പുകൾ വകവെക്കാതെ വിശ്വസിച്ചതാരാ? ഈ ജാലവിദ്യക്കാരായിരുന്നു. കാരണം അവരുടെ ആ ജാലവിദ്യക്ക് യാതൊരു അടിസ്ഥാനം, യാതൊരു ഹക്കീക്കത്തുമില്ല എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അപ്പൊ സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നവൻ വൈബിയായിട്ട് ഗുണമോ ദോഷമോ അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അത് ശിർക്കായി തീരാൻ കാരണം. അതുകൊണ്ടാണ് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് അള്ളാഹ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് സിഹിറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അജ്വാക്കാരൊക്കെ തിന്നാൽ സിഹിർ ഫലിക്കില്ല എന്ന് ബുഖാരിയിലുണ്ടല്ലോ. ഷഫീഖ് അസ്ലം മൗലവി ആ ഹദീസുകളെ നിഷേധിക്കുന്നു. അതിന്റെ പ്രതി വളരെ നിൽക്കുന്നുണ്ട്. പ്രതിക്ക് പറയാനുള്ളത് പറയും. അതിന് മുമ്പ് ഞാൻ ആ ഹദീസ് ഒന്ന് വായിക്കുമ്പോ അങ്ങനെയാണെങ്കിൽ ഷഫീഖ് അസ്ലം മാത്രം അത് പറഞ്ഞ പോലെ നമ്മളും പറയണല്ലോ എന്ന് ഇങ്ങനെ തോന്നും. അതിന് മുമ്പ് നേരത്തെ പിന്നെ അലിമദനി വായിക്കാതെ ഒഴിവാക്കിയൊരു വിഷയം, ഇത് ഇനി പഠിക്കേണ്ട ആൾക്കാർ പഠിച്ചോളൂ. ഇപ്പൊ സിഹിറിൽ വിശ്വസിച്ച് എങ്ങനെ ശിർക്കാകാന്ന് ചോദിച്ചല്ലോ. നിങ്ങൾക്ക് ഞാനോ അലിമദനിയോ ഷഫീഖ് അസ്ലം ഒന്നും പറയണ്ട. KNMന്റെ വിദ്യാഭ്യാസ ബോർഡ് ഇപ്പൊ മദ്രസക്ക് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഈ ബുക്ക്, നിങ്ങളെ കുട്ടികളെ ബുക്കിൽ പോവുക, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിലേക്ക് പോവുക, സ്വഭാവ പാഠങ്ങൾ എന്ന ബുക്ക് എടുക്കുക, എന്നിട്ട് ഇതാണ് വായിച്ചു നോക്കുക. പാഠം 2 അസ്തിഹ്റു മാരണം. അതിൽ പറയുന്നുണ്ട് അങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് മിക്ക സിഹ്റും നടന്നത്. ഇതിന്റെ ഭാഗം നേരത്തെ ഷഫീഖ് അസ്ലം ഒരു വായിച്ചു നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ശ്രമം എന്ന നിലയ്ക്ക് അത്തരം സിഹറുകൾ പാപമാണ്. അതിനു പുറമെ ഗൂഢവും, ഇങ്ങനെയുള്ള പറഞ്ഞല്ലോ കേട്ടോടി, അതിനു പുറമെ ഗൂഢവും അജ്ഞാതവുമായ വഴിക്കാണ് സിഹിറിന്റെ ഫലം പ്രതീക്ഷിക്കുന്നത്. അജ്ഞാത ശക്തികളെ ആശ്രയിക്കുന്നത് കുഫറും ശിർക്കുമായി തീരും. KNM പഠിപ്പിച്ചത്. അപ്പൊ എങ്ങനെയാ സിഹിർ കൊണ്ട് കുഫറിയത്ത് വരിക എന്ന് മനസ്സിലായില്ലേ? കാരണം എനിക്ക് സിഹിർ തട്ടുന്ന് അങ്ങനെ പേടിച്ച് നടന്ന അതിന്റെ അർത്ഥം എന്താ? അഭൗതികമായ ശക്തിക്ക് അഭൗതികമായ രൂപത്തിൽ എനിക്കു രക്ഷാശിക്ഷകൾ ചെയ്യാൻ കഴിയും എന്ന വിശ്വാസം. അതാണ് ഗൂഢമായി ഫലം പ്രതീക്ഷിക്കുക. അത് ശിർക്കിലേക്കും കുഫ്രിയത്തിലേക്കും എത്തിക്കുന്നതാണ്. നമ്മളെ ആരൊക്കെ എല്ലാ സുജായികളും എഴുതിയ ബുക്ക് ഇതുപോലെ അത് മതി കേട്ടോ. ഒന്നാമത്തത് നിങ്ങൾ കൂടുതൽ വായിച്ച ബാക്കിയുണ്ട്. നിങ്ങളുടെ മഞ്ഞത്ത അറാപ്പൻ എന്ന ഹദീസൊക്കെ ഉണ്ട്. ഞാന് പിന്നെ എന്റെ ഷെഫീഖ് പോലും നിങ്ങൾ അജീവ പോയോ? ഒന്ന് നീ പഠിക്കേണ്ട കുട്ടികളാണ് നീ പഠിച്ചോളി. സഹീഹുൽ ബുഖാരി കിതാബു തിബ്ബ് ബാബു ദവായി ബിൽ അജ്വത്തി ലിസ്സിഹ്രി. ഇതാണ് ഇമാം ബുഖാരി ഈ ബാബിന് പേര് കൊടുത്തത്. എന്നിട്ട് ഇങ്ങനെ പറയാം, ഹദ്ദസന അലി
ഹദ്ദസനാ അലി, അലി എന്നോട് പറഞ്ഞു. ഇമാം ബുഖാരി പറയാ അലി എന്നോട് പറഞ്ഞു, അലി അങ്ങനെ അങ്ങനെ പോയിട്ട് കുല്ലയും ലം യദുറുഹു സുമ്മുൻ വലാ സിഹ്റുൻ ذلك اليوم الى الليل وقال غيره 7 തമറാത്തിൻ. ഇമാം ബുഖാരി പറഞ്ഞു എന്നോട് അലി പറഞ്ഞു. അലിനോട് ആരാ പറഞ്ഞത്? മർവാൻ പറഞ്ഞു. മർവാനോട് ഹാഷിം പറഞ്ഞു. ഹാഷിമിനോട് ആമിർ ഇബ്നു സഅദ് പറഞ്ഞു. ആമിർ ഇബ്നു സഅദിനോട് അദ്ദേഹത്തിന്റെ വാപ്പ പറഞ്ഞു. എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഒരാള് എല്ലാ ദിവസവും രാവിലെ അജ്വ കാരക്ക തിന്നാൽ, ഇവിടെ എങ്ങനെയുള്ളൂ, പക്ഷെ വേറെ റിപ്പോർട്ടിൽ സെബാ തമറാത്ത് 7 കാരക്ക തിന്നാൽ 2 കാര്യം അവന് ഫലം ചെയ്യൂല, എന്ന് വെച്ചാൽ സ്പർശിക്കൂല, ബാധിക്കൂല. ഒന്ന് സുമ്മുൻ, വിഷം. 7 കാരക്ക തിന്നാൽ അപ്പോഴാണ് ഷഫീഖ് അസ്ലം മൗലവി, ഇത് നമ്മുടെ ജിന്ന് വിഭാഗം പറയില്ലെന്നോട് ഉണ്ടോ, 7 കാരക്കെന്നാ വിഷം ബാധിക്കൂല എന്നൊരു പറയുന്നത്. ഓരോ ജിന്നിന്റെ ആൾക്കാരായാലും സെഹറിന്റെ ആൾക്കാരായതുകൊണ്ട് അത് കേട്ട ഇതിനെ തോന്നും സെഹർ ബാധിക്കൂല എന്നേ പറയുള്ളൂ. ഷഫീഖ് അസ്ലം മൗലവി ഇതിന്റെ ആദ്യ ഭാഗം പറഞ്ഞു. അല്ല, നിങ്ങൾക്ക് റസൂലുള്ള പറഞ്ഞതാ ഈ ഹദീസിന് ഉറപ്പാണല്ലോ, ബുഖാരിന് ഉറപ്പാണല്ലോ. ഞങ്ങൾക്ക് ഉറപ്പായി ഒന്ന് കുടിച്ചു കാണിച്ചിരിങ്ങന്മാരെ. ഒരാൾ കത്തി ഇങ്ങനെ കാണിച്ചത് നല്ല മൂർച്ചല്ല കത്തിയാണ്, ഇതുകൊണ്ട് വെട്ടിയാൽ മുറിയുന്നതാണ്, പരിക്ക് പറ്റുന്നതാണ്. ഈ പറയുന്ന ഓരോ ഉറപ്പിന് ചെന്ന് വെട്ടി കാണിച്ചുള്ളത് ഇവരെ പറഞ്ഞാൽ വെട്ടി കാണിച്ചു തന്ന പോലെ അല്ലേ? ഏറ്റവും വലിയ പ്രാക്ടിക്കലായിട്ടുള്ള ആ ഉറപ്പ് കിട്ടലല്ലേ? എന്നാൽ ജിന്ന് വിഭാഗം ആൾക്കാർ റസൂലുള്ള പറഞ്ഞത് ഉറപ്പാണ്. അപ്പോഴാണ് ഷഫീഖ് അസ്ലം മൗലവി പറഞ്ഞത്, എന്തെങ്കിലും കുടിച്ചാൻ പറഞ്ഞേ? പുരുഷാനൊരു വിഷമുണ്ട്. ജിന്ന് വിഭാഗമേ നിങ്ങൾ 7 കാരക്ക കഴിച്ചോളി, എന്നിട്ട് നിങ്ങൾ വിഷം കഴിച്ചിട്ട് മരിക്കാതെ കാണട്ടെ. അപ്പോൽക്കും ധൈര്യമില്ല, അപ്പോൽക്കും സംശയമായി, ഇത് റസൂൽ പറഞ്ഞാണ് ഉറപ്പ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു വിഷയത്തിൽ എന്റെ ഹബീബ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്താണ് കാണിച്ചു കൊടുക്കും. അതായത് ഹബീബായ റസൂലുകൾ പറഞ്ഞതെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാനത് ചെയ്ത് കാണിച്ചു കൊടുക്കും. കാരണം എനിക്ക് ഉറപ്പാ റസൂൽ അങ്ങനെ പറയണോ അങ്ങനെയാണ്. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ചോദ്യം തന്നെ, പിന്നെ എന്താ എനിക്കിത് വിശ്വസിക്കാത്തത്, ഇതെന്താ വിശ്വസിക്കാത്തത് പറഞ്ഞുതരാം. എന്നോട് അലി പറഞ്ഞു എന്നാണല്ലോ പറഞ്ഞത്. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി പറയാ, ആരാ ഈ അലി? ബുഖാരിയോട് അലി പറഞ്ഞു കൊടുത്തു ഈ കഥ. ആരാണ് അലി? ലം അറഹു മൻസൂബൻ ഫീ ശൈഇൻ മിന റിവായത്തി. കണ്ടോ, അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചേർക്കപ്പെട്ട കണ്ടില്ല. ലാകിൻ ജസമ അബൂ നഈം ഫിൽ മുസ്തഖ്റജ് ബി അന്നഹു അലി ഇബ്നു അബ്ദുല്ലാഹ് യഅനി ഇബ്നുൽ മദീനി. ഈ അലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബൂ നഈം മുസ്തഖ്റജ് പറഞ്ഞിട്ടുണ്ട് അത് അലി ഇബ്നു അബ്ദുള്ളയാണെന്ന് വെച്ചാൽ അലി ഇബ്നുൽ മദീനിയാണ്. ഒബിദാലിക ജസമൽ മസ്ദി ഫിൽ അത്റാഫി, ഇമാം മുസ്ദി അതുപോലെ തന്നെ അത്റാഫിലും പറഞ്ഞു. പക്ഷേ ജസമൽ കറമാനി, ഇമാം കറമാനി ബുഖാരിന്റെ ആദ്യ സ്ഥാനത്തേക്ക് ഏകദേശം വരുന്ന ക്വാളിഫിക്കേഷനിലെ വലിയ പണ്ഡിതൻ ഇമാം കറമാനി, അദ്ദേഹം പറഞ്ഞു അയ്യേത് അലി ഇബ്നു മദീനി അല്ല, പിന്നെ ആരാ? ബി അന്നഹു അലി ഇബ്നു സലമത്തുൽ ലബഖിയാണത്. ഇപ്പൊ ആരാ അലി? ഏത് അലിയാ ബുഖാരി ഇമാമിനോട് പറഞ്ഞു കൊടുത്തത്? അതിങ്ങനെ തെളിയിച്ചുകൊണ്ട് തെളിയിച്ചുകൊണ്ട് ഏത് അലിയാ പറഞ്ഞത്? 2 പണ്ഡിതന്മാര് അല്ല 2-ലധികം പണ്ഡിതന്മാര് വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞത്. ഈ വിഷയത്തിൽ പഴയ ഒരു കാര്യമൊന്നും എനിക്ക് പറയാനുമില്ല, കണ്ടോ? അപ്പൊ അങ്ങനെ ആയപ്പോ നമുക്കൊരു സംശയമായി, ഇത് ഏത് അലിയ? ഒരു ഹദീസിന്റെ പോലാണ്. ഈ രണ്ടാമത്തെ ഹദീസും അജുവാകാരക്കെന്ന് പറഞ്ഞുതരാം, നല്ലോണം കേട്ട് പഠിച്ചോളി എന്റെ സഹോദരന്മാരെ. ബഹുമാനായ ഷഫീഖ് അസ്ലമിനെ വെറുതെ തിന്ന് നടക്കുന്ന കുറെ ടീമുണ്ട്. നിങ്ങളുടെ കമ്മിയാണെങ്കിലും മലബാറിൽ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ വശം അദ്ദേഹം തന്നെ പറയും. പക്ഷെ അതിന് ഹദീസിന്റെ ഒരു വിഷയം ഇപ്പൊ എനിക്ക് മനസ്സിലായില്ലേ? ഈ അലി ആരാ? അവ്യക്തനായ ഒരാളാണ് ഈ സംഭവം പറഞ്ഞു കൊടുക്കുന്നത്. അവ്യക്തതല്ല റസൂലുള്ളാഹിന്റെ സംഭവം പറഞ്ഞ വ്യക്തതയോ ഉണ്ടാവൂല. ഇനി പിന്നെ ഇമാം ബുഖാരി കൊടുത്ത മറ്റൊരു ഹദീസ്, ഹദ്ദസന ഇസ്ഹാഖ് ബിൻ മൻസൂർ അഖ്ബർന അബൂ ഉസാമ ഹദ്ദസന ഹാഷിം ബിൻ ഹാഷിം ഖാല സമിഅ്തു ആമിർ ബിൻ സഅദ് എന്ന് പറഞ്ഞിട്ട് പറയാണ്. ഇതിലുള്ളത് എന്താ? ഇതേ കാര്യത്തിന്റെ കഥ പറഞ്ഞിട്ട് ഇമാം ഖത്താബി പറയാ. ഇമാം ഖത്താബി ഇബ്നു ഹജർ അൽ അസ്ഖലാനിയെ പോലെ
ഇമാം ബുഖാരിയുടെ സഹീഹിന് ശറഹ് എഴുതിയ ലോകത്ത് അറിയപ്പെട്ട ഒരു മഹാപണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, കൗനുൽ അജ്വത്തി തൻഫഉ മിനസ് സുമ്മി വസ്സിഹ്രി ഇന്നമാ ഹുവ ബിബറകത്തി ദഅവത്തിൻ നബി. അള്ളാന്റെ റസൂലിന്റെ ദുആന്റെ ബർക്കത്താണ് ഈ വിഷയം പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ മനസ്സിൽ വെക്കില്ല, ആ പറഞ്ഞു കേട്ടോളി. എന്നിട്ട് വേറെ ചില പണ്ഡിതന്മാർ പറയാണ്, പിന്നെ ലി തംറിൽ മദീനത്തി ലാലി ഹാഫിയത്തിൻ ഫി തംറി. അത് തമ്പിന് അങ്ങനത്തെ ഒരു പ്രത്യേക ബർക്കത്ത് ഉണ്ടായതുകൊണ്ടല്ല, അത് മദീനത്തെ കരക്കെ ആയതുകൊണ്ടാണ്. അങ്ങനെയാണ് കേട്ടോ. ആദ്യം പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ്. എന്നാ ശൈഖ് ഇബ്നു തീൻ പറഞ്ഞു, യഹ്തമിലു അൻ യകൂനൽ മുറാദു നഖ്ലൻ ഖാഫൻ ബിൽ മദീനത്തി ലാ യുറഫുൽ ആൻ. ശൈഖ് ഇബ്നു തീൻ പറയാ, പക്ഷേ ഈ അജ്വ എന്ന് പറഞ്ഞത് അന്നത്തെ കാലത്ത് മദീനയിൽ എന്തായാലും വല്ല കാര്യക്കായിരിക്കും, ഇന്നിപ്പോ അറിയില്ല. നോക്കിയാൽ ഇപ്പൊ എത്ര അഭിപ്രായമായി? അള്ളാഹുന്റെ റസൂലിന്റെ ഒരു വാക്ക് ഇങ്ങനെ അവ്യക്തമായി നിൽക്കുമ്പം അതെങ്ങനെ നമുക്ക് ഉറപ്പിച്ചു തരാൻ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. പിന്നെ ഒരു പക്ഷേ റസൂലുള്ളാഹിന്റെ കാലത്ത് മാത്രം പരിമിതപ്പെട്ടതായിരിക്കാം ഇത്. അപ്പൊ ഇന്നത്തോ അജുവന്നോ തിന്നാൻ ഫലം കിട്ടുമോ? കിട്ടൂല. അത് ഇപ്പൊ എന്ത് ചെയ്യണം? ഇമാം മാസിരി പറഞ്ഞു, വൈദ്യശാസ്ത്ര വിഷയത്തിൽ ഈ പറഞ്ഞ ആശയം ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. ഇമാം മാസിരി അതിന്റെ ടീം അല്ല കേട്ടോ, ബുദ്ധി ഉപയോഗിക്കാനുള്ള അഭിപ്രായത്തിലാ. അല്ലെങ്കിൽ പൂർവിക പണ്ഡിതന്മാരും സലഫുകളൊക്കെ അങ്ങനെ. ഈ ആധുനിക മുബത്തദീങ്ങളാണ് ഈ പൊട്ടതരം പറഞ്ഞുണ്ടാക്കുന്നത്. അതെന്താ? ചോദ്യം ചെയ്യും പേടിച്ചിട്ട്. ചോദ്യം ചെയ്യും ബുദ്ധിയാണ് ഉപയോഗിക്കും മുജാഹിദുകള്. ഏറ്റി മുമ്പ് പറഞ്ഞിട്ട് ആവറേജ് ഇല്ലോനെ മുജാഹിദാൻ പറ്റുള്ളൂ. ആവറേജിന്റെ അപ്പോ ആവറേജ് ഉണ്ടാണെന്നാലേ ഒരു മുജാഹിദാൻ പറ്റുള്ളൂ. അതിന്റെ താഴെല്ലോനോ മന്ദബുദ്ധി ഓന് സുന്നിയല്ല ആണ്ടിയിരുന്നു. അപ്പൊ സുന്നീസത്തിലേക്ക് കൊണ്ടുപോകാന്ന് വെച്ചാൽ ബുദ്ധി ഉപയോഗിക്കാതെ പൊട്ടന്മാരാക്കുക. അപ്പൊ എന്തുണ്ടാവില്ല? ചോദ്യം ചെയ്യൽ വരൂല. അതുകൊണ്ട് ബുദ്ധി ഉപയോഗിക്കുന്ന ഇദ്ദേഹം പറയണ്ടോ, ഈ അജുവാക്കാരൊക്കെ തിന്നാൻ വിഷം പറ്റൂല എന്നുള്ള കാര്യം മെഡിക്കൽ സയൻസിൽ തെളിയിക്കപ്പെട്ടിട്ടില്ല. മാതിരി പറഞ്ഞല്ലേ ശരി? ഏതെങ്കിലും ഒരു മെഡിക്കൽ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഇത് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എന്റെ സഹോദരന്മാരെ, ഈ കിതാബ് എഴുതിയിട്ട് എത്ര കൊല്ലായി എനിക്കറിയോ? എത്ര കൊല്ലായി? 700-കളിലാണ് ഇമാം ഇബ്നു ഹജർ അസ്കലാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരി എഴുതിയിരിക്കുന്നത്. ഇന്നെത്ര? 1434. എത്ര കൊല്ലം മുമ്പ് എഴുതിച്ച അന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇല്ല. അതാ പുരുടാൻ കുറിച്ചാണ് പോയിക്കാൻ നിങ്ങൾ കാരക്കെന്നാണ് മാറ്റുന്നതാണ് ഈ മുമ്പിൽ വിളിച്ചാൽ പറയാനുള്ള കാരണം. കഴിഞ്ഞോ? ഒരു 2 കാര്യം. في السم وجه من جهة الدب لم يقدر على إظهار وجه الاختصار على هذا العدد الذي هو السبع ولا الاختصار على هذا الجنس الذي هو العجوة ولعل ذلك كان لأهل زمانه صلى الله عليه وسلم خاصة أو لأكثرهم إذ لم يثبت استمرار وقوع الشفاء في زماننا غالبا. ഞാൻ അവിടെ വായിച്ചു നിർത്തിയാതി കണ്ടോ? ആരത് പറഞ്ഞെനിക്കറിയോ? ഇത് പറഞ്ഞത് കാരക്കക്ക് ഈ വിഷം കുടിച്ച് മാറ്റാല ഫലം കിട്ടും എന്ന് വൈദ്യശാസ്ത്ര രൂപത്തിൽ തെളിയിക്കപ്പെടുകയാണെങ്കിൽ എന്ന് പറഞ്ഞത് അക്കത്തുമേ നിർത്തൽ ശരിയാവൂലല്ലോ. എന്താ കൊണ്ടാണ് വിഷം കുടിച്ചൊന്നും പറ്റില്ല. 6 നിന്നാ വിഷം പറ്റുന്നു, 7 നിന്നാ പറ്റൂല, 8 ആവാനും പാടില്ല. അങ്ങനത്തെ കണക്കുണ്ടാവാൻ പാടില്ലല്ലോ. പണ്ഡിതന്മാര് ബുദ്ധി ഉപയോഗിക്കാതൊക്കെ ഇതൊക്കെ ഒന്ന് പോയി വായിച്ചു കൊടുക്കും ഈ മൗലവിമാർക്ക്, നമ്മളെ മൗലവിമാർക്ക്. ഇത് കിട്ടാത്ത കിതാബല്ല. ഇബ്നു ഹജറിന്റെ ഫത്ഹുൽ ബാരി. എന്നിട്ട് ഇത് മുഴുവൻ ഒളിപ്പിച്ച് വെച്ചാണ് സമൂഹത്തെ പറ്റിക്കാനായിട്ട് നുണയും പറഞ്ഞ അങ്ങനെ നടക്കണേ. അതിന് സിന്ദാബാദ് വിളിച്ചാൽ കുറെ കൗമു. ഒന്ന് ആലോചിച്ച് മുജാഹിദുകളാണല്ലോ. ഒന്നും കേട്ടോ, അങ്ങനല്ല കേട്ടോ, നിങ്ങളല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. സത്യം നിങ്ങളല്ല. ഇങ്ങനെ വിഡിത്തം പറഞ്ഞാൽ അതിന് സിന്ദാബാദ് വിളിച്ചാൽ നിങ്ങളെ മാറ്റിയത് വേറെ എന്നോട് വേണ്ട. നിങ്ങൾ നല്ലോട്ട് എനിക്ക് മനസ്സിലാക്കണം. ആ ചോദ്യത്തിന് എനിക്ക് ശരിക്കും മനസ്സിലാക്കി. ബാക്കി കാര്യം മൂപ്പരാണ് പറഞ്ഞു നോക്കുക. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും. ഒരു മിനിറ്റ്. ഇവിടെ ഇപ്പം ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതില് ഇനിയൊരു വിശദീകരണം പറയാനല്ല എഴുന്നേറ്റ്. നമ്മൾ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഒരു നിലപാട്, ആ നിലപാടിൽ നിന്ന് പ്രമാണങ്ങൾ സ്വീകരിക്കുക എന്നുള്ള വിശുദ്ധ ഖുർആനും പിന്നെ സ്ഥിരപ്പെട്ട ഹദീസും സ്വീകരിക്കുക എന്നുള്ള നിലപാടിൽ നിന്ന് പോയി വിശുദ്ധ ഖുർആനും പിന്നെ എന്നുള്ളതിന് പകരം വിശുദ്ധ ഖുർആനും അൽബാനി സ്വഹീഹാക്കിയ ഹദീസും ആണ് നമ്മുടെ പ്രമാണങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങിയതോടുകൂടി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അടിത്തറ പൊളിഞ്ഞു. പലരിങ്ങൾക്കും മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥയിൽ ഈ ആളുകളായി തീർന്നത്. ഇത് നമ്മുടെ സഹോദരന്മാരാ ആയത്. അതുകൊണ്ടാണ് പല ഹദീസുകളും മുജാഹിദ് പ്രസ്ഥാനം തള്ളിക്കളഞ്ഞ നിരവധി ഹദീസുകൾ അൽബാനിയുടേതായി സ്വഹീഹായി വന്നിട്ടുണ്ട്. അതൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞാൽ സനദും മത്തനും ആശയവും സനദും ഒരുപോലെ ശരിയാകുന്നതിന് പകരം സനദ് പരമ്പര മാത്രം ശരിയായ നിരവധി ഹദീസുണ്ട്, ആശയം വൈരുദ്ധ്യമായ. ഞാൻ ഒന്ന് രണ്ടെണ്ണം നിങ്ങൾക്ക് സാമ്പിളിന് വേണ്ടി വായിച്ചു തരാം, നിങ്ങൾ നോക്കിക്കോട്ടോ. ഇവര് ഈ കണ്ണേറും നാവേറൊക്കെ ഇപ്പൊ വിഷയാക്കി വരുന്നുണ്ടല്ലോ, അതിലേക്ക് ബന്ധപ്പെട്ട നാസറുദ്ദീൻ അൽബാനി സ്വഹീഹാക്കിയ ഹദീസ് നോക്കിക്കോളൂ നിങ്ങൾ. അക്സറുമായി യമൂത്തു മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തികളിൽ ഭൂരിപക്ഷം ആളുകളും മരിച്ചു. ശരിക്കും കേൾക്കണം, ഇത് ഇസ്ലാമിക വിരുദ്ധമാണോ ഇസ്ലാം അംഗീകരിക്കുന്നതാണോ എന്നുള്ളത്. അക്സറുമായി യമൂത്തു മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തികളിൽ നിന്ന് ഭൂരിപക്ഷം ആളുകളും മരിച്ചു പോകുന്നത് ബഅദ കിതാബില്ലാഹി വ ഖളാഇഹി വ ഖദരിഹി, അല്ലാഹുവിന്റെ ഖളാ ഖദറിന് ശേഷം. നമ്മുടെ മരണമൊക്കെ അല്ലാഹ് തീരുമാനിക്കുന്നതാണ്, എല്ലാം അല്ലാഹ് തീരുമാനിച്ചതുപോലെ എന്നാണല്ലോ. എന്നാൽ ഈ ഹദീസ് പറയുന്നത് അള്ളാഹുവിന്റെ വിധിക്ക് ശേഷം ഭൂരിപക്ഷം ആളുകളും എന്റെ ഉമ്മത്തികളിൽ നിന്ന് മരിച്ചു പോകുന്നത് ബിൽ ഐനി, കണ്ണേറ് പറ്റിയിട്ടാണ്. സ്വഹീഹായ ഹദീസാണ് നാസറുദ്ദീൻ അൽബാനി ഉദ്ധരിച്ചതാണ്. ഈ അടിസ്ഥാനത്തിൽ മരിച്ചു പോകുന്ന ആളുകൾ കണ്ണേറ് പറ്റിയിട്ടാ മരിച്ചു പോകുന്ന ആരെ പറയാ? എങ്ങനെ പറയാൻ പറ്റുക? ആരേത് പറഞ്ഞ് അയാൾ കണ്ണേറ് പറ്റിയിട്ടാ മരിച്ചതെന്ന്? എങ്കിൽ ആ മനുഷ്യനെ നമ്മൾ വക വെച്ചു കൊടുക്കും, ഇവിടെ നിലനിർത്തുക ഭൂമിയിൽ. ഓനിങ്ങനെ കണ്ണേറ് പറ്റുന്ന ഒരാളാ, ഓനെ കൊണ്ടിറക്കുക എന്നുള്ളതിന്, ഓനെ കൊണ്ടിറക്കുക എന്ന് പറയല് വകവരുത്തുക എന്നുള്ള പറയല്. ഇത് ഹദീസ്, സ്വഹീഹ ഹദീസ്. സുന്നത്ത് ചെയ്യല്, സുന്നത്ത് കല്യാണം എന്ന് നമ്മൾ പറയാം. സുന്നത്ത് ചെയ്യല് സുന്നത്താണ് റസൂലുള്ളാന്റെ, ഒരു സംശയമല്ല. നാസറുദ്ദീൻ അൽബാനി സ്വഹീഹാക്കിയ ഹദീസിൽ പെണ്ണുങ്ങൾ സുന്നത്ത് ചെയ്യണം എന്നാ. ഈ ആൾക്കാരെന്താ അത് പറയാത്ത ആൾക്കാരോട്? പെണ്ണുങ്ങൾ സുന്നത്തേക്കൽ സ്വഹീഹാണെന്നാണ് നാസറുദ്ദീൻ അൽബാനി പറഞ്ഞത്. അതിനെന്താ ചെയ്യേണ്ടത്? അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹദീസ് സ്വീകരിക്കാൻ അത് ആര് ഉദ്ധരിച്ചു എന്നുള്ളതിനപ്പുറം ഒരു ഹദീസ് സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ആ ഹദീസ് ശരിയായി വന്നോ? അൽ അംബിയാഉ അഹ്യാഉൻ ഫീ ഖുബൂരിഹിം, എല്ലാ നബിമാരും അവരവരുടെ ഖബറുകളിൽ ജീവിച്ചിരിക്കുന്നു. യുസല്ലൂൻ, അവർ നിസ്കരിക്കുന്നുണ്ട് നാസറുദ്ദീൻ അൽബാനി ഉദ്ധരിച്ച ഹദീസ്. ഇത് സ്വഹീഹാണോ? നബിമാരെ ഖബറിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യാഖ്യാനിച്ചൊപ്പിക്കാം, നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പറയാം. പക്ഷെ യുസല്ലൂൻ, ഓല് നിസ്കരിക്കുന്നുണ്ട് എന്ന് അമലിന്റെ ലോകം ഈ ദുനിയാവല്ലേ? ഇവിടുന്ന് കഴിഞ്ഞ അമലിന്റെ ലോകം കഴിഞ്ഞില്ലേ? ഇൻകത്ത അമലുഹു എന്ന് പറഞ്ഞ റസൂലുള്ളാഹ്. ആലോചിച്ച് നോക്കുങ്ങൾ. ഇത് സ്വഹീഹായ ഹദീസായിട്ടാണ് അൽബാനി ഉദ്ധരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഈ സംഗതികളെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒതുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത്താഹു ജിബ്രീൽ അലൈഹിസ്സലാം വന്നു നബിന്റെ അടുത്ത്. ഫി അവ്വലി മാ ഊഹ ഇലൈഹി, നിസ്കാരത്തിന്റെ വഹീന്റെ നുബുവത്തിന്റെ ആരംഭഘട്ടത്തിൽ. ഫഅല്ലമഹുൽ വുളൂഅ വസ്സലാ, വുളൂഉം നിസ്കാരവും റസൂലുള്ളാഹിനെ പഠിപ്പിച്ചു ജിബ്രീൽ അലൈഹിസ്സലാം. ഫലമാ ഫറഗ മിനൽ വുളൂഇ, വുളൂ എടുത്ത് വിരമിച്ചതിന് ശേഷം അഹദ ഗുർഫത്തൻ മിൻ മാഇൻ ഫനളഅ ബിഹാ ഫർജഹു, വുളൂണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വെള്ളം കോരി അദ്ദേഹത്തിന്റെ ഗോപ്യസ്ഥാനത്തേക്ക് തേകി എന്നാണ് വുളൂണ്ടാക്കി കഴിഞ്ഞിട്ട്. സ്വഹീഹ ഹദീസായിട്ട് അൽബാനി ഉദ്ധരിക്കണം. ഇവിടെ വുളൂണ്ടാക്കിയിട്ട് ആരാ? ഈ പറയുന്ന ആളുകൾ, മഹാന്മാര് ഈ പണി ചെയ്യലുണ്ടോ? വുളൂണ്ടാക്കി കഴിഞ്ഞ ശേഷം വെള്ളം തേകലുണ്ടോ? തേകണ എവിടുക്കാന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇങ്ങനെ ഒരു സുന്നത്താരിൽ നടപ്പാക്കലുണ്ടോ? ഇത് സ്വഹീഹ ഹദീസിൽ വന്നതല്ലേ? പറയണെന്താന്ന് വെച്ചാൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അലകും പിടിയും വേർപിടിച്ചതിൽ ഈ ആളുകൾക്ക് വലിയ പങ്കുണ്ട്.
ചോദ്യത്തേക്ക് വരാം. അവസാനിപ്പിക്കണം. അദ്ദേഹം കുറെ നേരമായി ചോദിക്കാൻ. ജിന്നിനോട് തേടാമെന്ന അഭിപ്രായം KNM-ന് ഉള്ളതായിട്ട് ഞങ്ങൾക്കാർക്കും അറിയില്ല. പക്ഷേ നേരത്തെ ഈ തർക്കത്തിലിരിക്കുന്ന ഹദീസ് അതുമായി ചർച്ചയ്ക്കെടുത്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുമ്പുള്ള സലഫ് പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായത്തിന് വിരുദ്ധമായിട്ട് സക്കരിയ സലാഹി എന്താണ് പറഞ്ഞത് എന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. അല്ല, ഞങ്ങൾ ഇതുകൊണ്ട് അമൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ല. ഇത് ഇപ്പൊ നമ്മുടെ ഈ മുഖാമുഖത്തിന്റെ ഒരു പ്രത്യേകത, എല്ലാവരും ഈ വിഷയത്തിൽ ഒതുങ്ങി നിന്ന് തന്നെ ചോദിക്കുന്നു, ഒതുങ്ങി നിന്ന് തന്നെ വിഷയത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ 100% ഇതിന്റെ ചാരിതാർത്ഥ്യം. സക്കരിയ സലാഹി ഇത് പറയുന്നു എന്ന് ആക്ഷേപിക്കുന്നവര് ബഹുമാന്യരായ TP അബ്ദുൽ മദനിയും FP അബ്ദുൽ ഖാദർ മൗലവിയും അബ്ദുറഹ്മാൻ സലഫിയും അനീഫ് കായക്കൊടി അടക്കമുള്ള KNM-ന്റെ നേതാക്കന്മാരാണ്. TP പ്രസംഗിക്കുന്നുണ്ട്, അബ്ദുറഹ്മാൻ ബാലത്ത് പ്രസംഗിക്കുന്നുണ്ട്. ഷിർക്കാണ് ഈ ചെയ്യുന്നത്, ഷിർക്കിലേക്കാണ് ഈ വിളിക്കുന്നത്. ഇത് മടവൂരികളുടെ ആരോപണമല്ല. ബഹുമാന്യനായ സക്കരിയ സലാഹി അദ്ദേഹം ഇറക്കിയ പുസ്തകമാണ്, നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടാവും. എന്റെ സുഹൃത്ത് ഇറക്കിയ പുസ്തകത്തിൽ ഈ ഹദീസ് വൈഫാന്ന് പറഞ്ഞ് പിന്നെ എന്തിനാണ് വൈഫായ ഹദീസിന്റെ പേരിൽ പൂർവികരായ പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു? അപ്പോ എത്ര വട്ടം നമ്മളിത് പറഞ്ഞു. സുബഹിക്ക് കുനൂത്തോദൽ സുന്നത്താന്ന് പറഞ്ഞ ഇമാം ഷാഫിയെ നമ്മൾ എന്തുകൊണ്ട് തള്ളുന്നു? സുബഹിക്ക് കുനൂത്തോദൽ സുന്നത്താന്ന് പറഞ്ഞ ഷാഫി ഇമാമിനെ തള്ളുന്നത് 3 മദ്ഹബിന്റെ ഇമാമുകൾ മാത്രമല്ല, ഒരു കോട് പണ്ഡിതന്മാരാ. എന്നിട്ടും അത് പറഞ്ഞ് നമ്മൾ സുബഹിക്ക് കുനൂത്തോതാറുണ്ടോ? ഓതണമെന്ന് ആരോടെങ്കിലും പറയാറുണ്ടോ? നമ്മൾ പറഞ്ഞ വിഷയാവതരണത്തിൽ പറഞ്ഞു ഇസ്തസ്തീലി ഉമ്മത്തിക്കാന്നുള്ള ഹദീസ് വന്ന ഇബ്നു കസീറിലാണ്. ആ ഹദീസ് വെച്ചിട്ട് ഇബ്നു കസീർ ഉദ്ധരിച്ചതാന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരോടെങ്കിലും മൂല്യന്മാര് നിങ്ങളുടെ നേതാവ് ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ അതിന്റെ സനത് പരിശോധിച്ചിട്ട് അതിന്റെ ആശയം പരിശോധിച്ച് ഖുർആനെതിരാന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് കാലങ്ങളായി. അതേ പണി സക്കരിയ സലാഹി ഇവിടെ ചെയ്യുമ്പോഴാണ് പൂർവികരായ പണ്ഡിതന്മാർ ചെയ്തോ ഇല്ലേ എന്നുള്ളതല്ല, അള്ളാഹുവിന്റെ ഖുർആൻ, സ്ഥിരപ്പെട്ട സുന്നത്ത്, ഈ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കാണുമ്പോ ഇത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പറയുന്നത്. അല്ലാതെ ആ പണ്ഡിതന്മാരോട് നമ്മൾ എത്ര വട്ടം പറഞ്ഞു? ഇമാം ഷാഫിനോട് നമുക്ക് എന്താ വിരോധം? ഇമാം അബൂ ഹനീഫത്തുൽ കൂഫിയോട് നമുക്ക് എന്താ വിരോധം? ഈ സലഫി പണ്ഡിതന്മാരെ പറഞ്ഞു എന്നല്ല. വിഷയം എന്താ അറിയോ? സക്കരിയ സലാഹി ചെയ്യുന്നത് ഇങ്ങനെ അവർ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അവരെ ഒഴിവാക്കുന്നു എന്നല്ല. അവരൊക്കെ കാഫിറുകളാണ്, നമ്മൾ സമ്മതിക്കണോ? അവർ മുശ്രിക്ക്? ഈ ചോദ്യം നമ്മളല്ല, നമ്മളോട് ചോദിക്കേണ്ടത്, നമ്മൾ അറിയേണ്ടത് ഖുർആനിന് ഇതെതിരാണോ? ഇത് പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തിനെതിരാണോ? ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലപാട്. ഞാൻ പറയട്ടെ. ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലപാട്. ഈ നിലപാടനുസരിച്ച് എന്തുകൊണ്ട് പൂർവികരായ ഈ നമ്മുടെ സക്കരിയ സലാഹിന്റെ മുമ്പുള്ള 6 വിധി ചർച്ച ചെയ്തിട്ടില്ലല്ലോ? ഇത് ചർച്ച ചെയ്തെന്തിനാണ്? KP മുഹമ്മദ് മൗലവി അത്തവസ്സുൽ എന്ന പുസ്തകത്തില് ഈ ഹദീസ് ദുർബലമാണ്, ഖുറാഫികൾക്ക് മറുപടി അറിയാൻ വേണ്ടി ഉദ്ധരിച്ചിട്ട് അത് ദുർബലമാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നതറിയോ? സനത് ശരിയായാൽ പോലും ആ ഹദീസ് സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. കാരണം ഇതിന്റെ ആശയം തെറ്റാണ്. എന്നിട്ടും പിന്നെ ഈ ഹദീസ് സക്കരിയ സലാഹി ഇതിന്റെ അവസാനം പറഞ്ഞതെന്ന് വെച്ചാൽ അംഗീകരിച്ചതിന് ശേഷം എന്ന സുഹൃത്തുക്കളെ ഞങ്ങളല്ലല്ലോ ഇതിലെ പ്രതികൾ, ഞങ്ങളല്ലല്ലോ. KNM-ന്റെ TP-യും AP-യും വലിയ ഒരു വിഭാഗം അനസ് മുസ്ലിയാരും അബ്ദുറഹ്മാൻ സലഫിയും അടക്കമുള്ള എല്ലാ പണ്ഡിതന്മാരോട് പറഞ്ഞത് ഞങ്ങളെ വിടിങ്ങള്, അബ്ദുറഹ്മാൻ സലഫിയാണ്, AP അബ്ദുൽ ഖാദർ മൗലവിയാണ്, TP അബ്ദുൽ മദനിയാണ്, അബ്ദുറഹ്മാൻ പാലത്താണ്. ഇവര് ശിർക്ക് ചെയ്യുന്നു, ശിർക്കിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നു എന്ന് സക്കരിയാനെ പുറത്താക്കിയത് ഞങ്ങളല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. പറട്ടെ എന്തെങ്കിലും അഭിപ്രായം സക്കരിയ സലാഹി പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? ഞാൻ പറയട്ടെ. പൂർവികരായ ആളുകൾ പറഞ്ഞതൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനം അംഗീകരിക്കണോ വേണ്ടേ? പൂർവികരായ പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ ഇസ്ലാഹി പ്രസ്ഥാനം അംഗീകരിക്കണോ? അതെ, മൈക്കൊടുക്കി പറയട്ടെ. ശരി, ഓക്കെ. പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചതിന് മറുപടി പറയൂ. ചോദിച്ചെന്താണ്?
ഈ ഹദീസുമായി ഈ ഹദീസ് ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ അത് നമ്മളിപ്പോഴത്തെ വിഷയം ഹദീസ് ചർച്ചയ്ക്ക് എടുത്തപ്പോൾ വന്ന പ്രശ്നമാണ് ഇത്. ഇതിന് മുമ്പുള്ള സലഫുകൾ പറയാത്ത എന്തെങ്കിലും ഒരു വ്യാഖ്യാനം സക്രിയാസലായി പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അല്ലാതെ ഞങ്ങൾ ഇതുകൊണ്ട് നമ്മൾ ചെയ്യാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ചെയ്യണമില്ല. ശരി, ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഉമി കുത്തുന്നത്? ഉമി കുത്തുന്നത് എന്തിനാണ്? ലഹീഫായ ഹദീസ് എന്തിനാ ചർച്ച ചെയ്യുന്നത്? ഞങ്ങൾ 2-3-4 മണിക്കൂറുകളായി വിഷയം ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞ ഞാൻ കേട്ടല്ലോ. ഞാൻ പറയട്ടെ, എന്തിനാണ് ഉമി കുത്തുന്നത്? നെല്ല് കുത്തുന്നത് അരി കിട്ടാനാ. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പൂർവികരായ ഏതെങ്കിലും പണ്ഡിതന്മാർ മൺമറഞ്ഞുപോയ മഹാത്മാക്കളോടോ ജിന്നുകളോടോ ഇസ്തിഗാസ നടത്തിയാൽ അത് ശിർക്കല്ല എന്ന് പറഞ്ഞോ? ഞങ്ങൾ നസാബ് ഉസ്താദ് എത്ര പ്രാവശ്യം ചോദിച്ചു, അത് ശിർക്കല്ല എന്ന് പറഞ്ഞോ? ഹലോ, ഞങ്ങളത് സംവാദത്തിന് വന്നതല്ല. സംവാദത്തിനാണ് ഞങ്ങൾക്ക് വേറെ അവസരം നമുക്ക് ഒരുക്കാം. അതല്ല ഞങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ട് അല്ല, സമാധാനത്തോട് ചോദിച്ച ചോദ്യം എല്ലാവർക്കും മനസ്സിലായിട്ട് ഈ കേൾക്കുന്നവർക്കൊക്കെ ഞങ്ങള് ഈ ഹദീസ് വെച്ച് അമല് ചെയ്യാനല്ല. ഈ ഹദീസ് ചർച്ചയ്ക്ക് വന്നപ്പോൾ സക്കറിയ സലാഹി പറഞ്ഞ മറുപടി സലഫുകൾ മുമ്പ് ഉള്ള ഏതെങ്കിലും സലഫ് പണ്ഡിതന്മാർ പറയാത്ത അഭിപ്രായം എന്തെങ്കിലും പറഞ്ഞോ? അതാണ് നമുക്കറിയേണ്ടത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്ന് സക്കരിയ സലാഹി പറഞ്ഞു. ഖലാസ്. നമ്മളിവിടെ സാധാരണ ഒരു മുജാഹിദ് പ്രവർത്തകനായിട്ട് ഞാൻ ഫോണോട് കക്ഷനാണ്. നമ്മൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നിവിടെ 2 മണിക്കൂർ കൊണ്ട് ഈ ചർച്ച നടക്കണം. സാധാരണക്കാരായ ഞങ്ങൾക്ക് ഈ വിഷയങ്ങളെ കുറിച്ച് എല്ലാം ശരിക്കും മനസ്സിലായി. ഇവിടെ നമ്മുടെ ക്ലിപ്പിട്ട് കണ്ടു, സക്കറത്ത് സലാഹി പറഞ്ഞു എന്ന് തന്നെ ഇവിടെ സമർത്ഥിച്ചു. പിന്നെ സംശയം ചോദിച്ച് സമയം കളയേക്കാളും വേറെ എന്തെങ്കിലും വിഷയം ഉണ്ടോ ഇവിടെ സംസാരിക്കാൻ? ഇവിടെ എല്ലാം പറഞ്ഞു. സക്കറിയ സലാഹി പറഞ്ഞതിന്റെ ഇവിടെ ഇട്ടു, നമ്മൾ കേട്ടു. അപ്പൊ ഞങ്ങൾക്ക് ആർക്കും ഇനി സംശയമില്ല. അപ്പൊ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞില്ല എന്ന് ഒന്നുകൂടെ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ചർച്ച ഇവിടെ നിർത്തിയിട്ട് വേറെ വിഷയം ഉണ്ടോ എടുക്കാൻ, അല്ലെങ്കിൽ വേറെ ചോദ്യമുണ്ടോ? അതാണ് എന്റെ അഭിപ്രായം. മൈക്ക് ഞാൻ പറയുമ്പോൾ കൊടുത്താൽ ഒരു മിനിറ്റ്. നിങ്ങളെന്തിനാ ദേഷ്യപ്പെണ്ണ്? നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് എന്തിനാ ദേഷ്യപ്പെണ്ണ്? നിങ്ങളെ ചോദ്യം ചോദിക്കാൻ മൈക്ക് കൊടുക്കാനില്ല. അല്ലെ യാസ്മീൻ, യാസ്മീൻ ചോദ്യം ചോദിക്കാൻ ഒരു മിനിറ്റ്. സഹോദര തേരാ, ഞങ്ങൾ 2 പറഞ്ഞു ഞാൻ ഇന്ന് പോകുന്നില്ല, നാളെ രാവിലെ ഇവിടുന്ന് പോകുന്നുള്ളൂ. അതുകൊണ്ട് നേരം വെളുക്കാതെ നമുക്ക് സംസാരിക്കാം. പക്ഷെ നിങ്ങൾ ദേഷ്യപ്പെടരുത്. നിങ്ങൾ ചിരിക്കുന്ന മുഖം ഞങ്ങൾക്ക് കണ്ട് ദേഷ്യപ്പെണ്ണ്. ഉത്തരം പറയാതെ ഞങ്ങൾ ചിരിക്കുമ്പോൾ പിന്നെ ചോദ്യം ചോദിക്കാൻ നിങ്ങൾ ഇതിനെ ദേഷ്യപ്പെടണോ? നമ്മുടെ ചോദ്യം നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ ചോദിച്ചത് യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഹദീസ് മുൻകാല സലഫ് പണ്ഡിതന്മാർ ആരെങ്കിലും ശിർക്കാണ് എന്ന് പറഞ്ഞതായിട്ട് ഒരു തെളിവ് നിങ്ങൾക്ക് തരാൻ സാധിക്കും. അല്ലാതെ നിങ്ങളുടെ വേറെ നിങ്ങളോട് സഹായം തേടുക എന്നത് ശിർക്കാണെന്ന് ഞങ്ങൾക്കറിയാം. അത് നിങ്ങൾ പറഞ്ഞു തരണ്ട. ഞങ്ങളെ ചോദ്യം വ്യക്തമായിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഹദീസ് മുൻകാല സലഫ് പണ്ഡിതന്മാർ ആരെങ്കിലും ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞോ? നിങ്ങൾക്കെന്താക്കുകയല്ലോ, ചൂടാകില്ലോ. മുൻകാല പണ്ഡിതന്മാർ ഈ ഹദീസ് ദുർബലമായതുകൊണ്ട് വലിച്ചു തോട്ടുകൊണ്ട് എറിഞ്ഞു. ഇങ്ങനെ പൊക്കിക്കൊണ്ടുന്നു. ദുർബലമായ ചൂടായി. ഞാൻ പറഞ്ഞങ്ങോട്ട് ചൂടാകരുത്. എനിക്കില്ലാത്ത ചൂട് കേൾക്കുന്നില്ല. നിങ്ങൾ ഈ നാട്ടുകാരല്ല, ഞാൻ പുറത്തുനിന്നല്ല. എനിക്കല്ല ചൂട് വേണ്ട. അല്ല പിന്നെ അവിടേക്ക് അല്ലെങ്കിൽ അവിടെ ലൈനായില്ല. ഇതൊക്കെ ഇവരിതിന് വല്ല ഒരു ഇതുണ്ടാകും. ഇത് അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് കൃത്യമായി ചോദിക്കാൻ അവസരം തന്നിട്ട് നിങ്ങൾ ബഹളം വെക്കുന്നത് നിങ്ങളുടെ ആശയത്തിന്റെ പാപരത്വം കൊണ്ടാണ്. അതെനിക്ക് ചോദ്യം ചോദിക്കാം. നിങ്ങൾ അടങ്ങി. നിങ്ങളാണ് ചൂടാക്കുന്നത്. ആ കുട്ടികളെ ചൂടാക്കുന്നത് നിങ്ങളാ. ഇങ്ങനെ കാര്യമൊക്കെ കുറച്ച് നേരിട്ട്. അപ്പൊ നമ്മൾക്ക് നമ്മളേതായ പക്വത വേണം. നിങ്ങളാണ് ഉണ്ടായിരിക്കും.
ആ ശരി, അല്ല ശരിയാ. പിന്നെ ഞാൻ പറഞ്ഞോളാം, എന്റെ സഹോദരന്മാരെ, ലോകത്ത് 4 മദ്ഹബിന്റെ ഇമാമുകളും, നല്ലപോലെ കേട്ടോളി, ലോകത്ത് 4 മദ്ഹബിന്റെ ഇമാമുകളും ആ ഇമാമുകളുടെ അനുയായികളും അവരെ പിൻപറ്റിയതുമായ കോടിക്കണക്കിന് ജനങ്ങൾ തറാവീഹ് 23 റക്അത്ത് നിസ്കരിക്കുന്നവരാണ്. 23, നല്ല പേശ കേട്ടോ, നല്ലോണം കേട്ടോളി, നിങ്ങൾ കേട്ടോളി. ലോകത്ത് കോടിക്കണക്കിന് ഇമാമികളും അനുയായികളും 4 മദ്ഹബിന്റെ ഇമാമുകളും തറാവീഹ് 23 റക്അത്ത് നിസ്കരിക്കണം എന്ന് പറയുന്നവരും അത് ചെയ്യുന്നവരുമാണ്. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു, ലോകത്ത് ഇത്ര ഇമാമിങ്ങളും നേതാക്കന്മാരും പറഞ്ഞാൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് സഹിയായി വന്നാൽ മുജാഹിദുകൾക്ക് അതാണ് പ്രമാണം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂല് 11-നേക്കാൾ നിസ്കരിച്ചില്ല. യഥാർത്ഥ മുജാഹിദുകളും 11-നേക്കാൾ ഏറെ നിസ്കരിക്കുന്നുമില്ല. എന്തേ അവിടെ നിങ്ങൾ ഈ വിഡിത്ത ചോദ്യം അവിടെ വരിക? ഇമാം ഷാഫി പറഞ്ഞു, അദ്ദേഹത്തിന് 4 മദ്ഹബ് അല്ല, അദ്ദേഹത്തിന് മദ്ഹബിൽ 1000കണക്കിന് പണ്ഡിതന്മാർ പറഞ്ഞു, ഷാഫി മദ്ഹബ്, ഹനഫി മദ്ഹബ്, ഹംബലി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, എന്നിട്ട് പോലും എന്തേ അല്ലെങ്കിൽ ലൈഫായ ഹദീസ് കൊണ്ട് അഖീദയിൽ അമൽ ചെയ്യാൻ പറ്റുമോ? ചെയ്യരുത്. പിന്നെന്താ ഞങ്ങൾ ഇതിന് വാഹനം വെക്കുന്നത്? അല്ല, ഓരോരുത്തർ ഓരോ ചൂടാത്തിലേക്ക് മരിക്കും. ആ സൈഡ് ചൂടാവില്ല, ഓനേക്ക് കൊടുത്താലും മതി. ഒരു കാരണവശാലും ചൂടാവില്ല. അങ്ങനെ തിരിച്ച് പറഞ്ഞോട്ടിയെ, അങ്ങനെ ഓരോ 2 ചൂടന്മാരാണ്. ചൂടന്മാര് മീനിങ് എന്ന ഹദീസ്, അതിൽ ശിർക്ക് അത് ശിർക്കാണ് എന്ന് മുൻകാല പണ്ഡിതന്മാരോ സലഫുസ്വാലിഹ്യങ്ങളോ പറഞ്ഞ ഏതെങ്കിലും ഒരു ഉദ്ധരണി പറയാൻ പറഞ്ഞോ? അതാണ് ചോദ്യം. ഈ ഹദീസ് സഹിയാണ് എന്ന് മുൻകാല ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ലൈഫായ ഹദീസ് വലിച്ചെറിയും. പിന്നെ എന്തിനാണ് ചോദിക്കുന്നത്? അതാ പറയുന്നത്, ആണ് എന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷേ അത് വെച്ച് അമൽ ചെയ്താൽ അയാളുടെ വിധി എന്താണ്? ശരി, ശരി. ഇപ്പൊ സൈദ് അയാൾ നല്ലൊരു പോയിന്റാണ് ചോദ്യം. ഇങ്ങോട്ട് നോക്ക്. ഭാര്യമാരെ തൊട്ടാൽ ഒതു മുറിയും എന്ന വിശ്വാസം ലൈഫായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, അതല്ലെങ്കിൽ നിങ്ങൾ വേറാക്കെങ്കിലും മൈക്കൊടുത്താണി, അവർക്ക് ഉത്തരം കേൾക്കാൻ താല്പര്യം, വേറാക്കെങ്കിലും ചോദ്യത്തിന് മൈക്കൊടുത്താണി, അവരവിടെ വർത്താനം പറയണേ അടുത്ത ആൾക്ക് മൈക്കൊടുക്കും. സുഹൃത്തുക്കളെ, ഒരു മിനിറ്റ് ശ്രദ്ധിക്കും. ഇത് എനിക്ക് ഒരു മിനിറ്റ് ദാദാ അവിടെ ആ മൂലക്കല് ഒരു മിനിറ്റ് ദാദാ, ഒരു മിനിറ്റ് എല്ലാവരും ഒന്നിരിക്കും. സീറ്റില് നമ്മുടെ പ്രവർത്തകരും എല്ലാവരും ഇത് വളരെ നല്ല നിലക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുഖാമുഖം ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണിത്. നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനം വളർന്നു വലുതായത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആളുകൾ വിഷയം കേട്ട് പഠിക്കുന്നത് ഈ രൂപത്തിൽ തന്നെയാണ്. നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായത്. ഇത് മുമ്പ് മൂല്യന്മാരുടെ കീഴിലുള്ള ഖുറാത്തികളായപ്പോ ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളിൽ നിന്നായി ചോദ്യം എന്നുള്ള സങ്കടം ഞങ്ങൾക്കുള്ളൂ. അല്ലാഹു അല്ലാത്ത ജിന്നുകളോട് സഹായം തേടാൻ പാടുണ്ടോ ഇല്ല എന്നുള്ള ചർച്ചയിൽ, അങ്ങനെ ഒരു ചർച്ചയിൽ ഒരു ദുർബലമായ ഹദീസ് കൊണ്ടുവന്ന് അത് ദുർബലമാണെന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും ചർച്ച ചെയ്യിക്കുന്നതിനുള്ള യുക്തി പടച്ചോനെ മേലെ കണ്ടിട്ട് നമ്മൾ ആലോചിക്കണം. ഇതിൽ സക്കരിയ സലാഹി എന്ന് പറഞ്ഞിട്ട് ഒരാളല്ല ഇതിലുള്ള വിഷയം. ഇതിലുള്ള വിഷയം ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. വിഷയം അവതരിപ്പിച്ചപ്പോൾ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. അല്ലാഹു അല്ലാത്ത ജിന്നുകളോട് പ്രാർത്ഥിക്കാനും സഹായം ചോദിക്കാനും പാടില്ല എന്നുള്ളതിന് ഞാൻ ആയത്തുകളാണ് ഓതിയത്. അത് ശിർക്കാന്ന് പറഞ്ഞത് ആയത്തുകളിലാണ്. ഇങ്ങനെ കാട്ടല്ലേ, അള്ളാന്റെ ആയത്തുകളിലാണ് ഈ പറഞ്ഞത്. ഈ ആയത്തിന്റെ മേലെ ഒരു ഹദീസും ആരും വെക്കണ്ട, വലിച്ചു തോട്ടിലാൻ തരും. ഇമാം ബുഖാരിയുടെ ഹദീസുകൾ അതൊക്കെ അവിടെ പറഞ്ഞു. എന്നിട്ട് ഇത് പറഞ്ഞതിന് ശേഷം ഈ
ചർച്ചയിൽ വരുന്ന ആളുകൾ ആരാന്നറിയോ? നിങ്ങൾ ഞങ്ങളെ വിളി. AK അബ്ദുൽ ഖാദർ മൗലവി സലാഹിയുടെ കൂടെ 8 മാസം മുമ്പ് കൂടെ ഇരുന്ന ആളാണ്. AK അബ്ദുൽ ഖാദർ മൗലവി സലാഹിയുടെ കൂടെ 8 മാസം മുമ്പ് ഇരുന്ന ആളാണ്. ഹനീഫ് കായപ്പടിയും അനസ് മുസ്ലിയാരും 8 മാസം മുമ്പ് കൂടെ ഇരുന്ന ആളുകളാണ്. ഈ ആളുകളാണ് പറഞ്ഞത് ഞങ്ങൾ തൗബ ചെയ്യുന്നു, ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങൾ തൗബ ചെയ്യുന്നു. ഇത് നിങ്ങൾ അവരോട് പറയണ്ടേ, ഞങ്ങളോട് പറയണ്ട. 12 വർഷം മുമ്പ് ഒരു കാരണമില്ലാതെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വിഴുതണ് മാറ്റുമ്പോ പടച്ചവൻ മേലുണ്ട് എന്നുള്ള വിചാരം നിങ്ങൾക്കൊക്കെ വേണ്ടിയിരുന്നു. അന്ന് നിങ്ങൾ ഉണ്ടതിലെല്ലാരും. ഇന്ന് ഞങ്ങള് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തനതായ രൂപം ആളുകളോട് വെറുതെ പറക്കുമ്പോ അത് കേട്ട് മാറി അനസ് മുസ്ലിയാർ മാറി, ഞങ്ങൾ വിമർശിച്ച ഹനീഫ് കായക്കൊടി മാറി, ഞങ്ങൾ വിമർശിച്ച TP അബ്ദുൽ ഖാദർ മദനി മാറി, ഞങ്ങൾ വിമർശിച്ച അബ്ദുറഹ്മാൻ പാലത്ത് മാറി, ആയിരക്കണക്കിന് ആളുകൾ മാറിയിട്ട് കൂടെ ഇരുന്ന ആള് ദക്കാന മാത്രമല്ല എന്റെ സുഹൃത്താണ് ദക്കരിയ. ഞങ്ങൾ കൂടെ ഉറങ്ങുകയും കിതാബുകൾ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും ദക്കരിയ എന്റെ ശത്രുവല്ല, എന്റെ സുഹൃത്ത. ഇന്നും ഞാൻ ആത്മാർത്ഥമായി ഞങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, റബ്ബേ ഈ പടപ്പിന് ഈ പഴയ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് വരാനുള്ളൊരു അവസ്ഥ ഉണ്ടായില്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ആ ദക്കരിയ ശിർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇപ്പൊ പ്രസംഗിക്കുന്നത് 8 മാസം മുമ്പ് കൂടെ ഇരുന്ന ആളുകൾ. ഞങ്ങൾ അവരെ പറ്റിച്ചുന്നോ? ഞങ്ങൾ അവരെ ചതിച്ചുന്നോ? നിങ്ങൾക്കറിയോ, ഞാൻ നിങ്ങള് ഇന്നത്തെ ദയനീയാവസ്ഥ പറയാം. അബ്ദുറഹ്മാൻ സലഫി കഴിഞ്ഞ ആഴ്ച എടത്തനാട്ടുകാരെ പ്രസംഗിച്ചെന്താണെന്നറിയോ? പിറ്റേ ദിവസം രാഷ്ട്രീയക്കാർ കൂടി അവിടുത്തെ പ്രവർത്തകരോട് പറഞ്ഞു, സംഘടിപ്പിച്ച ആളുകളോട്, മതനേതാക്കന്മാർ ഇങ്ങനെ തെറി പറയണേ ഞങ്ങൾ കേട്ടില്ല. ഇലനക്കിപ്പട്ടികളെ ശരിനക്കിപ്പട്ടികളെ പ്രശ്നം നക്കിയെന്ന അബ്ദുറഹ്മാൻ സലഫി പ്രസംഗിച്ച് ഇതൊക്കെ ആരുണ്ടാക്കിയതാ? നിങ്ങൾക്കറിയോ? ഹുസൈൻ മടവൂരിന്റെ കീഴില് ഞങ്ങൾ ഹുസൈൻ മടവൂരി നബിയെന്ന് പറഞ്ഞോലല്ല, CP മുർസലിന് നബിയെന്ന് പറഞ്ഞോലല്ല, അബ്ദുസ്സലാം സുലമി നബിയെന്ന് പറയില്ല. ഈ പണ്ഡിതന്മാര് പഴയകാല മുജാഹിദ് പ്രസ്ഥാനത്തിലെ കിതാബുകള് പുസ്തകങ്ങള് ഇതിലെടുത്ത് ഉദ്ധരിച്ചിട്ട് ആളുകളോട് പറയുക, പണ്ടത്തതുപോലെ ഈ ഒരു ദുർബലമായ ഹദീസ് 1980കളിൽ മൗലവിമാർ ഉദ്ധരിച്ചപ്പോ അതിന് മറുപടി പറഞ്ഞു KP മുഹമ്മദ് മൗലവി. വിഷയം ഉണ്ടായില്ല. ചെറിയ മുണ്ട എഴുതി, അതിൽ വിഷയം ഉണ്ടായില്ല. എന്നിട്ട് എന്റെ സുഹൃത്തുക്കളെ സഹോദരന്മാര് ഈ ദുർബലമായ ഹദീസിന്റെ പേരിൽ വർത്തമാനം പറയുമ്പോ ഞങ്ങൾക്ക് വേദന ഉണ്ടായതുകൊണ്ടാണ്. അല്ലാതെ നിങ്ങളോട് ആരോടും പടച്ചവനാണ് സത്യം ഒരു പകയും വിചാരിക്കേണ്ടയില്ല. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇനി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ദുർബലമായ ഹദീസാണ്. സക്കരിയ സ്വലാഹിക്ക് അങ്ങനെ വാദമില്ലെങ്കിൽ നിങ്ങൾ സ്റ്റേജ് കിട്ടി അങ്ങനെ പറഞ്ഞോളൂ. ഞങ്ങളോടല്ല പറയേണ്ടത്, ബഹുമാന്യനായ TP-നോട്, AP-നോട്, അബ്ദുറഹ്മാൻ സലഫിനോട് അവരോട് പറയും. എന്തടിസ്ഥാനത്തിൽ അവർ പറയുന്നത് അവരോട് പറയും. ഈ വിഷയം ഇതോടുകൂടെ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ചോദ്യത്തിന് മൈക്ക് കൈമാറുക. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഇതേ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു മിനിറ്റ്, ഞാൻ ചോദ്യം പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മറുപടി ഉണ്ട്, ഇല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരമില്ല, വേറെ ചോദ്യം. ഓക്കെ. കളീക്കവിളയിൽ സമസ്തക്കാരൊരു മുഖാമുഖം നടത്തി. സമസ്തക്കാർ മുഖാമുഖം, പബ്ലിക് മുഖാമുഖം, സംവാദമല്ല, പേര് മനസ്സിലാക്കാം. മുഖാമുഖം നടത്തി. അതിൽ അന്ന് സംസാരിച്ച ഏത് പണ്ഡിതനെന്ന് അറിയില്ല. ആ പണ്ഡിതൻ മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസ് ഉപയോഗിച്ചു. അപ്പൊ നമ്മുടെ യാസ്മിൻ സാഹിബ് പറയുക വെച്ച് കഴിഞ്ഞാൽ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസ് ഒന്ന് ലഈഫാണ്, 2 വിളിച്ച ജിന്നിനോടുള്ള പ്രാർത്ഥനയല്ല, അവരോടുള്ള സഹായത്തേറ്റമല്ല എന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം പറയാനുണ്ടായ കാരണം എന്താണ് എന്ന് ഒന്നുകിൽ അദ്ദേഹം വിശദീകരിക്കുക, അല്ല എങ്കിൽ പിന്നെ സ്റ്റേജിൽ നിന്ന് വിശദീകരിക്കുക ഈ വിഷയമായി. അത് നിസ്സാരമാണ്. എന്തുകൊണ്ട് എനിക്കറിയോ? 2012 വരെ പിന്നെ അനസ് മൗലവി, ഹനീഫ് കായക്കോടി, നമ്മൾ അബ്ദുറഹ്മാൻ സലഫി ഒക്കെ അത് പറ്റൂലേ പറഞ്ഞത്. അത് കേട്ടാൽ ഒരു പശ്ചാത്താപം പറഞ്ഞേക്കും. ആ കൂടെ ഇപ്പൊ അവരൊക്കെ തിരുത്തി, അവരൊക്കെ തൗബ ചെയ്തില്ലേ? അപ്പൊ ആ ചാപ്റ്റർ ക്ലോസ് ആയി. കാരണം അവരിപ്പോ 2012 തിരുത്തിയോട് കൂടി. സക്കാഫിമാർ നടത്തിയ ആ മുഖാമുഖത്തിൽ അദ്ദേഹത്തിന്റെ മറുപടി ഇതായിരുന്നു:
ഈ ഹദീസിനെ സംബന്ധിച്ചായിരുന്നു. ഞാൻ പറഞ്ഞ ആ ഹദീസിന്റെ ബലാബലം പരിശോധിക്കാനുള്ള വേദി തന്നെ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ചോദ്യം ഇതായിരുന്നു, യാ ഇബാദുള്ള ഐനീനി എന്നുള്ള ഈ ഹദീസിനെ സംബന്ധിച്ചാണ്. ഞാൻ പറഞ്ഞ അതിന്റെ ബലാബലത്തെ കുറിച്ച് നമുക്ക് ചർച്ച ആവശ്യമാണ്. അതിന്റെ ആവശ്യങ്ങളെ ഞാൻ കടക്കുന്നില്ല. മറിച്ച് അഥവാ നിങ്ങൾ പറയുന്ന സാഹചര്യത്തിൽ അത് തെളിവാക്കാൻ അവിടെ പറ്റൂല എന്ന രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. അത് പറഞ്ഞ് അടുത്തിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അകലിരിക്കുന്ന ആളുകൾ കാണുന്ന അതായിരിക്കും അത് ഉദ്ദേശിച്ചത്, അല്ലാതെ വേറൊന്നും വരാൻ സാധ്യതയില്ല. അതിന് ബലാബലം പരിശോധിക്കപ്പെടേണ്ടതാണെന്നാണ് ഞാൻ പറയാം. ആ ഭാഗം പറച്ചു വെച്ചിട്ടാണ് ബാക്കി ഞാൻ പറഞ്ഞ ഭാഗത്തിൽ ക്ലിപ്പുമായിട്ട് ഈ സഹോദരൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ മറുപടി മുഴുവനായിട്ട് ഇവിടെ ക്ലിപ്പ് അവതരിപ്പിക്കാൻ നീ പറഞ്ഞ സാധനം തയ്യാറുണ്ടോ? ഞാൻ പറഞ്ഞ മറുപടി അക്കം വിടാതെ അക്ഷരം വിടാതെ മുഴുവനായിട്ട് കേൾപ്പിച്ച് ആ ചോദ്യത്തെ തുടർന്ന് മറുപടി വേണം. മറുപടി മാത്രമല്ല, ചോദ്യത്തെ തുടർന്ന് മറുപടി വേണം. ഒരു മിനിറ്റ്. യാ ഇബാദുള്ള ഐനീനി എന്ന വിഷയം വിശദീകരിച്ചല്ലോ. ഇതേ സമസ്തക്കാർ ഈ ഹദീസുമായിട്ട് മുൻപോട്ട് വന്നപ്പോൾ മരണപ്പെട്ടവരോട് തേങ്ങാമെന്ന് ഈ ഹദീസ് തെളിവ് പിടിച്ചപ്പോൾ അത് തെളിവ് ഹുജ്ജത്തിന് പറ്റൂല എന്നും അത് വിളിച്ചു കേട്ടമല്ല എന്നും പറയാൻ വേണ്ടിയിട്ട് മണ്ണാർക്കാട് ഉപയോഗിച്ച ഒരു വിഷയമാണ് ഈ വിഷയം. ഇതിനെ ചില നവമടവൂരികൾ ഉപയോഗിച്ചതാണ് ജിന്നോടുള്ള സഹായത്തേട്ടമാണ് എന്ന്. നേരത്തെ നമ്മൾ ആരോടെന്ന് പറഞ്ഞു, സക്കരിയ സലാഹി ജിന്നോട് പ്രാർത്ഥിക്കാമെന്നും പ്രാർത്ഥന ശിർക്കല്ല എന്ന് പറയുന്നത് ഒരു ക്ലിപ്പ് പോലും നിങ്ങൾ തെളിയിക്കാൻ കഴിയില്ല. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ ഒറ്റ ക്ലിപ്പ് പോലും നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. ഞാൻ പറയും ഒരു ഈ ഗൃഹബുർഹാനത്തോ എന്തെങ്കിലും സ്വാധിക്കുക എന്ന് പറഞ്ഞ് നിരവധി തവണ ചുമ്മാ സ്റ്റേജിൽ ഇങ്ങനെ അടിച്ചുവിടാറുണ്ട്. ഞാൻ എന്താ ചേർക്കുന്ന സഹോദര, ഞാൻ പറഞ്ഞ മുഴുവൻ ആൻസറിന്റെ ക്ലിപ്പ് ഇവിടെ ഇട്ടിട്ട് താങ്കൾ പോകാവൂ. എന്നെ കുറിച്ച് വിചാരണം നടത്തിയിട്ട് ഞാൻ അദ്ദേഹം പറയുന്ന വാക്കുകളോട് ചേർന്നെന്ന് ഉത്തരം പറയണം. ഞാൻ പറഞ്ഞ ഏതൊരു കട്ടിക്ക് മാത്രം കാര്യമില്ല, മുഴുവനായിട്ട്. ഏത് ഇതാണ് ഇത് ഇമ്മാതിരി കോലം കെട്ടുകൾ അവസാനിപ്പിച്ച് സഹോദരൻ മാന്യമായിട്ട് ചോദിക്കുക. ചെലവില്ലാതെ ഇവിടെ വന്ന് വെളിവില്ലാതെ സംസാരിക്കരുത്. ജാസ്മിൻ അവസാനിച്ചു. അപ്പൊ ഇവര് തമ്മിലുള്ള ഒന്നിൽ ഒരാൾ ചോദിക്കുന്നതിനുള്ള മറുപടി എനിക്ക് പറയാനുള്ള അവസരം വേണം. ഈ മുജാഹിദ് കാണിക്കാൻ ശരിയില്ല. മുജാഹിദുകൾക്ക് നേരെ സ്വഭാവമല്ല. പിടിച്ച് വലിച്ചിടലില്ല. അതുപോലെ ഇത് റെക്കോർഡ് ചെയ്യാനാണെങ്കിൽ വേറെ കൂടെ പറയട്ടോ. അല്ല റെക്കോർഡ് അത് നമുക്ക് ഓക്കെ. ഇവിടെ യാ ഇബാദുള്ള ഐനീനി എന്നതാണ് നമ്മുടെ വിഷയം. അത് കഴിഞ്ഞു പോയി, ആ വിഷയം കഴിഞ്ഞു പോയി സുഹൃത്തെ. ആ വിഷയം കഴിഞ്ഞു പോയി. നിങ്ങളുടെ പേരെന്താണ്? എന്താണ് സഹോദരൻ? എനിക്ക് റഹ്മത്തുള്ള പോയി, അതോടെ അവസാനിപ്പിച്ചു. സൂറത്തുൽ ബഖറ നിങ്ങൾ തമ്മിലൊരു സംവാദം ഉണ്ടാക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാ. സൂറത്തുൽ ബഖറയില് അമീനാണ്, തിരുവനന്തപുരം. സൂറത്തുൽ ബഖറയില് 102-ാമത്തെ ആയത്തില് അള്ളാഹു ഹാറൂത്ത് മാറൂത്ത് എന്ന ഈ രണ്ട് മലക്കുകളെ സിഹർ പഠിപ്പിക്കാൻ അയച്ചിട്ടുണ്ടല്ലോ. സിഹർ പഠിപ്പിക്കാൻ അള്ളാഹു തന്നെ രണ്ട് മലക്കുകളെ അയച്ചിട്ടുണ്ട്, ഹാറൂത്ത് മാറൂത്ത് എന്ന്. ഇതിനെ കുറിച്ച് എന്ത് പറയുന്നു? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ല, ഞാൻ നിങ്ങൾക്കൊക്കെ പ്രസംഗിച്ച് വൈഭവം നേടാൻ ചാൻസ് തരിക. നിങ്ങൾ നാളെ എൻ്റെ കൂടെ പോയി നിങ്ങൾ ഇപ്പൊ അടക്കി ഇപ്പൊ ഇതൊന്നും കഴിയട്ടെ നമുക്ക്. ഏതായാലും നമ്മൾ അദ്ദേഹം പോയാലേ ശരിയായതുണ്ട്. ആ മൂപ്പരെ കണ്ടുള്ള സന്തോഷത്തിലേക്ക് നിങ്ങൾ പോയാലേ അവിടെ വരെ അദ്ദേഹങ്ങളല്ല മറ്റേ ആള്. പിന്നെ അപ്പൊ മൂപ്പര് പോകാൻ പോയിക്കോട്ടെ, നേരം വൈകിയേക്കും. അത് പാടില്ല, അത് പാടില്ല. സന്തോഷത്തോട് നിങ്ങൾ പറഞ്ഞേക്കും വേണേ ഞങ്ങളും വലിയ ബന്ധമാണെന്നോട്ടെ. പിന്നെ ഈ കയ്യടി നമ്മൾ ഒരു കൾച്ചറിൽ പെട്ടാലോ. സന്തോഷം വരുമ്പോ തെക്കുബീറില്ല മതിയെ. ഒരു കാര്യം പറയാം, സന്തോഷമുള്ള ഏതെങ്കിലും അവസരം ഉണ്ടാവുമ്പോ തെക്കുബീറില്ല മതി. ഞങ്ങൾക്ക് ആ വീരൊന്നും കിട്ടിയില്ലേ. ഇവിടെ എന്താ പറഞ്ഞ് മലക്കുകൾ വന്ന് കണ്ട് സിഹിർ പഠിപ്പിച്ചു. ആരെ പറഞ്ഞങ്ങോട്ട് മലക്കുകൾ വന്ന് സിഹിർ പഠിപ്പിച്ചു. അവിടെ ഇബ്നു അബ്ബാസ് അടക്കമുള്ളവര് അവിടെ വിശദീകരിച്ച ഇബ്നു കസീറിന്റെ തഫ്സീർ നോക്കാൻ മതി. സിഹിർ ഷിർക്കിന്റെ വിഷയം പഠിപ്പിക്കാൻ അല്ലാഹു തആല മലക്കുകളെ അയക്കൂല. അപ്പൊ പിന്നെ എന്താ പറഞ്ഞത്? അത് മലക്കൈനി എന്നും ഓത്തുണ്ട്. രണ്ടും മലക്കുകൾ അല്ല, മലിക്കൈനി. അപ്പൊ എന്തായി? മലിക്ക് കാരണം എന്താ? രണ്ട് രാജാക്കന്മാര്. ഹാറൂത്ത് മാറൂത്ത് രണ്ട് രാജാക്കന്മാരുടെ പേരായിരുന്നു.
അതല്ല, മൊത്തത്തിൽ ഇതൊരു ജൂതന്മാര് പറഞ്ഞുണ്ടാക്കിയ കഥയാണ്. ആ കഥയാണ് യഹൂദികൾ പിൻപറ്റുന്നത്. മൊത്തത്തിൽ ഒരു കഥ, അങ്ങനെ നാടോടികളമാർക്ക് പറഞ്ഞത് ആ കഥ, അതിനെ പിൻപറ്റുകയാണ് എന്ന് പറഞ്ഞ് ഖുർആൻ ആക്ഷേപിച്ചു. എന്ന് വെച്ചാൽ പല രൂപത്തിൽ വിശദീകരിക്കപ്പെട്ട ഒരു ഹദീസാണ്, അല്ല ഒരു ആയത്താണ്. സോറി, നിങ്ങൾക്ക് ആ വിഷയം കൂടുതൽ, നമുക്കിപ്പോ സംവാദത്തിൽ മുഖാമുഖത്തിൽ ഇത്രയല്ലേ പറയാൻ കഴിയുള്ളൂ. കൂടുതൽ അറിയണമെങ്കിൽ നമ്മളെ മൻസൂർ അലി ചെമ്മാട് ഇറക്കിയ, പിന്നെ ആരെ മറ്റേ മൗലവിന്റെ പേരെന്തേലും, നമ്മളെ അവറാം മൗലവി, മൂപ്പര് ആ വിഷയമൊക്കെ വിശദമായ ചെറിയൊരു സെഹറിന്റെ പുസ്തകമുണ്ട്, അത് വായിച്ചാൽ മതി കേട്ടോ. മൊത്തത്തിൽ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ അധികമുള്ള ഒരു വിഷയമാണ്. മലക്കുകളെ അള്ളാഹുവിന്റെ ഇബാദും മുക്രമൂന്നാണ് എന്നാണ് മലക്കുകളെ പറ്റി പറഞ്ഞത്. മുക്രമീങ്ങളായ ആദരവുള്ള അള്ളാഹുവിന്റെ അടിമകൾ, അവര് കുഫ്രിയത്ത് പഠിക്കാൻ വരൂലാണ്. ഏതൊരവസ്ഥയിലും കുഫ്രിയത്ത് പഠിപ്പിക്കാൻ അവര് വരില്ല. അപ്പൊ അള്ളാഹു ഇറക്കിയിട്ടില്ല എന്ന് നഫീന്റെ മായായിട്ടും അത് ഓതപ്പെടുന്നുണ്ട്, വായിക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ അള്ളാഹു ഇറക്കിയിട്ടില്ല എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു. മാ അൻസലല്ലാഹു സിഹ്റ, അള്ളാഹു സിഹ്റിനെ തന്നെ ഇറക്കിയിട്ടില്ല, അങ്ങനെ വായിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം പറഞ്ഞോളി, അടുത്ത ചോദ്യം പറഞ്ഞോളി. ചോദിക്കാൻ നിങ്ങളെന്താ, നിങ്ങളെ പ്രശ്നം നിങ്ങൾക്ക് ചോദിക്കാണ്ടോ? നിങ്ങളുണ്ടോ? അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പറഞ്ഞോട്ടെ, അല്ല അദ്ദേഹം പറഞ്ഞോട്ടെ. മുമ്പ് അത്ര വലിയ എന്റെ പേര് ജാഫർ, ഭീമാവളി താമസിക്കുന്നു. ഖുർആന്റെ പഠനം അനുസരിച്ചും കേട്ടറിവ് കൊണ്ടുമാണ് സംസാരിക്കുന്നത്. ഖുർആനും സ്വഹീഹായ ഹദീസുമാണ് ഇസ്ലാമിന്റെ പ്രമാണം എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ആണല്ലോ, സംസാരിക്കാൻ വേണ്ടി എന്നാണ് പ്രമാണമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വഹീഹായ ഹദീസാണ് നമ്മുടെ പ്രമാണം എന്നിരിക്കെ, ഖുർആനും സ്വഹീഹായ ഹദീസുമാണ് പ്രമാണം എന്നിരിക്കെ, ഷിഹർ പ്രവാചകന് ബാധിച്ചത്, ഷിഹറുമായി പ്രവാചകന് ബാധിച്ചു എന്നാണ് ഹദീസ് പറയുന്നത്. ആ സ്വഹീഹായ ഹദീസ് നമ്മൾ തള്ളുന്നു. അതേ സമയത്ത് ഒരുപാട് ഹദീസുകളുടെ ബുഹാരിയിൽ നിന്നും ഒരുപാട് ഹദീസ് നിങ്ങൾ എടുത്തു വെച്ചായിരുന്നു. സ്വഹീഹായ ഹദീസ് സനദ് ഉൾപ്പെടെ വളരെ സ്പഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതെല്ലാം നിങ്ങൾ തള്ളുകയാണ് ചെയ്തത്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഹദീസ് വഹിയാണോ അതോ ഖുർആൻ മാത്രമാണോ വഹി? ഖുർആൻ മാത്രമാണ് വഹിയെങ്കിൽ, അല്ലെങ്കിൽ ഹദീസ് വഹിയാണെങ്കിൽ ഖുർആൻ ഓതുന്നത് പോലെ ആണ് എന്റെ ചോദ്യം. അതേപോലെ മാനദണ്ഡം, ഖുർആന്റെ മാനദണ്ഡം നന്മയും തിന്മയും വേർതിരിക്കുന്നത് ഫുർഖാൻ എന്നാണ് അള്ളാഹ് പറയുന്നത്. നന്മയും തിന്മയും നിങ്ങൾക്ക് വേർതിരിക്കാൻ പറ്റുന്നത് ഖുർആനാണ്. അതനുസരിച്ചാണ് ഞാൻ ചോദിച്ചത്. കഴിഞ്ഞോ? ഇനി ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. സഹിയായ ഒരുപാട് ഹദീസുകളെ നമ്മൾ തള്ളുന്നു. ഞങ്ങളല്ല, ഞങ്ങൾ തള്ളുന്നില്ല. ഞാൻ നിങ്ങൾ പറഞ്ഞു ഒരൊറ്റ ഹദീസ്, സിഹത്ത് സ്ഥിരപ്പെട്ട ഒരു ഹദീസ് ഞങ്ങള് ബോധപൂർവം തള്ളിയ ഒരു ഉദാഹരണം പറഞ്ഞാൽ കഴിയോ? ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞാൽ കഴിയോ? മൈക്കോടിക്ക് മുമ്പ് ഒരു ഹദീസ് നമ്മൾ തള്ളുക പറയട്ടെ. ഒറ്റ അല്ല, മൂപ്പര് പറയട്ടെ യാസ്മിനെ. ഞാൻ സംസാരിച്ചത് ഖുർആന്റെ മാനദണ്ഡത്തിൽ തള്ളുന്ന വിഷയമാണ് പറഞ്ഞത്. അല്ല എന്റെ വ്യക്തികൾ നിങ്ങളെ തള്ളുന്നത് ഞാൻ തള്ളുന്നതല്ല പറഞ്ഞത്. ഖുർആന്റെ മാനദണ്ഡത്തിലാണ് നിങ്ങൾ പ്രവാചകൻ ഷിഹർ ബാധിച്ചത് തള്ളിയിരിക്കുന്നത്. അല്ലേ? ആണ്, അല്ല ആണ് ആണ് ഞാനും ബാധിക്കുന്നത്. ഇനി മൈക്കൊന്ന് വായിക്കോളൂ. ഞാൻ ബാക്കി കയ്യിലല്ലേ നിങ്ങൾ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ പറഞ്ഞു സഹിയായ ഹദീസുകളെ നമ്മൾ തള്ളുന്നു. നമ്മൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളും നിങ്ങളും ഒക്കെ പാടെ, ഞങ്ങൾ തള്ളുന്നില്ല. അതുകൊണ്ട് ഞാനൊരു എന്തോ സഹോദരങ്ങളുടെ പേരെന്താ? ജാഫർ, സഹോദരൻ ജാഫർ. നമ്മൾ തമ്മിലിപ്പോ വലിയ അകലൊന്നും ഇല്ലല്ലോ. എന്തുകൊണ്ടാ വെച്ചാൽ നിങ്ങൾ കുറച്ച് ഈ ഖുറാഫാത്തിൽ പെട്ടുപോയെന്നുള്ളൂ, അത് തിരുത്താവുന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് കാര്യങ്ങൾ വളരെ ഉഷാറായിട്ട് തന്നെ പറയാം. അല്ല, ആയിക്കോട്ടെ പറഞ്ഞോളൂ, ഞങ്ങൾ പറയാൻ അവസരം തരും. ജാഫർ സഹോദര, നിങ്ങൾ തള്ളരുത്, സഹിയായ ഹദീസുകളെ നിങ്ങൾ തള്ളരുത്. ഞങ്ങൾ തള്ളുന്നില്ല. ഒരൊറ്റ ഉദാഹരണം, ഹദീസ് സമ്പൂർണ്ണ, പക്ഷെ നമ്മൾ തള്ളുന്നു ഇല്ല. ഏതെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ അങ്ങോട്ട് പറഞ്ഞു, മിഹ്റാജിന്റെ ഹദീസ് ബുഖാരിയിലെ ഹദീസ് ഇതാ, ആ ഹദീസ് അച്ഛർക്ക് കോപ്പി നിർത്തോടാണ്. ഈ ഹദീസ് ജാഫറും അംഗീകരിക്കൂല. എനിക്ക് ഉറപ്പാ. അല്ലെങ്കിൽ പറയും ഞാൻ അതേ അംഗീകരിക്കുള്ളൂ. റസൂലുള്ള മിഹ്റാജിന് പോയത് അത് നബി ആണെങ്കിലും മുമ്പ് അത് ജാഫർ പറയില്ല, ജാഫർ പറയില്ല, ബാലുശ്ശേരി പറയില്ല, ആ സക്കരിയ സറായി എന്ന് പറഞ്ഞ കേരളന്മാര് പുറത്താക്കി അയാളും പറയില്ല. ഇനി വേറെ ഒരു ഹദീസ് രണ്ടുപേരും ശ്രദ്ധിച്ചു നിൽക്കാൻ. അപ്പൊ ഈ പരിപാടിയൊക്കെ യാസ്മീൻ അയാൾ സംസാരിക്കാൻ പോകരുത്. അല്ല, നമ്മളെ ഈ സംഘാടകരെ അവരെ ഈ ശ്രദ്ധ മാറ്റാനും വിഷയം തിരിച്ചുവിടാനും വേണ്ടി നമ്മളെ സംഘാടകരെ വിളിക്കുക. എന്നിട്ട് അതിന്റെ അടി കുസുകുസാര ചെവിടേക്കാണത്.
നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ മാത്രമേ കഴിയുള്ളൂ, ഉത്തരം കേൾക്കാൻ കഴിയില്ലേ? പിന്നെന്താ ഞാൻ പറയാൻ ശ്രദ്ധിച്ചു കേൾക്കാത്തത്? ഞാൻ പറഞ്ഞു ഹദീസ്, ബുഖാരിയുടെ ഹദീസ് നിങ്ങൾ തള്ളിയില്ലേ? അത് നിങ്ങളല്ലേ ഹദീസ് നിഷേധികള്? കാരണം റസൂലുള്ളാഹി മിഅ്റാജിന് പോയത് കിതാബു തൗഹീദ് ബാബു കല്ലമല്ലാഹു മൂസാ തക്ലീമാ ഉദ്ദല്ലീൽ ഖബ്ല അൻ യൂഹാ ഇലൈഹി, റസൂലുള്ളാഹിക്ക് വഹയി കിട്ടുന്നതിന് മുമ്പ് അത് ബുഖാരിയുടെ ഹദീസാ. നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പൊ ബുഖാരിയുടെ ഹദീസ് തള്ളിയതും നിഷേധിക്കുന്നതും നിങ്ങളാണ്. ഇനി സിഹറിന്റെ ഹദീസിലേക്ക് വരാം. ഈ ഹദീസ് സഹിയാ ആരെങ്ങോട്ട് പറഞ്ഞത്? എന്തുകൊണ്ട് വെച്ചാല് ഈ ഹദീസ് ലോകത്താദ്യമായിട്ട്, ഇതിൽ ഒച്ചമ കളിച്ചില്ല, അല്ലാഹു അലൈക് പ്ലീസ് ഒച്ചടം വയ്യ. ഈ ഹദീസ് ലോകത്ത് ആദ്യമായി കേൾക്കുന്ന അള്ളാന്റെ റസൂലിന്റെ കൂടെയുള്ള സഹാബിമാര് പറഞ്ഞിട്ടല്ല. നല്ല മനസ്സിലായിക്കോട്ടെ. അള്ളാന്റെ റസൂലിന്റെ ചലനങ്ങൾ, ഇളക്കം, ഇരുത്തം, റസൂലുള്ളാന്റെ ചിരി, കളി, സങ്കടം, വസ്ത്രദാന, തിന്നല്, കുടിക്കല്, മുഴുവൻ അക്ഷരം പതി നമുക്ക് സമൂഹത്തിലെത്തിച്ച ഒരൊറ്റ സഹാബിയും സഹിയായ പരമ്പരയിൽ കൂടി അള്ളാന്റെ റസൂലിന് കൂടോത്രം ബാധിച്ചു പറഞ്ഞിട്ടില്ല. തെളിയിക്കാൻ ഒരു വിഭാഗത്തിനും കഴിയില്ല. അത് അബൂബക്കർ സലഫിയാണെങ്കിൽ പോലും. എന്റെ വാദം കേട്ടപ്പോങ്ങള് അള്ളാന്റെ റസൂലിന്റെ കൂടെ ജീവിച്ച ഒരൊറ്റ സഹാബിയും സഹിയായ പരമ്പരയിൽ കൂടി റസൂലുള്ളാഹി കൂടോത്രം സിഹർ ചെയ്യപ്പെട്ടു എന്ന ഹദീസ്, ആ സംഭവം ലോകത്തോട് പറയുന്നില്ല. പിന്നെ ഈ സംഭവം മുസ്ലിം ഉമ്മത്ത് എന്നാ കേൾക്കുന്നത്? അള്ളാന്റെ റസൂല് മരിച്ച് വഫാത്തായി പോയി 1.25 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട്. എന്ന് വെച്ചാൽ ഇന്ന് 2012 1900 മുത്തുനബിക്ക് കൂടോത്രം ബാധിച്ചിരുന്നു എന്ന് ഒരാൾ ഇപ്പൊ പറയാം. എന്റെ നബിന്റെ കൂടെ കഴിഞ്ഞ ലക്ഷക്കണക്കിന് സഹാബത്തിന്റെ പറഞ്ഞിരുന്നു. അപ്പൊ ചോദ്യം വരുമ്പോ അബൂബക്കർ മൗലവി നമ്മൾ അർത്ഥമാക്കാനല്ല, അയാൾ പറഞ്ഞോലോ സെയ്ദ് ബിൻ അർക്കം പറയുന്നേ, സെയ്ദ് ബിൻ അർക്കമിന്റെ ഹദീസ് കൊണ്ടുവരി, വെല്ലുവിളിക്കാലൊന്നും വരി. കള്ള ഹദീസാണിത്, മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. കള്ള ഹദീസാണിത്. അതിന്റെ പരമ്പരയിൽ ഷിയായിസം തലയിൽ കയറിയ അവിടത്തെ പള്ളിയിലെ ഇമാമുമാര് വരെ ഇതിന്റെ പരമ്പരയിലുണ്ട്. കള്ള ഹദീസാണ്. പിന്നല്ലേ ഇബ്നു അബ്ബാസ് പറഞ്ഞ ഹദീസ് വേറല്ലേ? അത് അതിലാറെ കള്ള ഹദീസാ. ഞാൻ പറയട്ടെ, സിഹിറിന്റെ വിഷയത്തിൽ സനദ് സഹിയായത് ബുഖാരിയിലെ ഹദീസ് മാത്രമേ. പക്ഷേ ഇത് പറയുന്ന ഹിശാം ഇബ്നു ഉർവ, ആ ഹിശാം ഇബ്നു ഉർവ ജനിക്കുന്നത് റസൂലുള്ളാഹി മരിച്ച് 51 കൊല്ലം കഴിഞ്ഞിട്ടാ. എങ്ങനെ? നബിക്ക് കൂടോത്രം ബാധിച്ച കഥ ലോകത്തോട് പറയുന്ന ഹിശാം ഇബ്നു ഉർവ ജനിക്കുന്നത് തന്നെ റസൂലുള്ളാഹി വഫാത്തായി 51 കൊല്ലം കഴിഞ്ഞിട്ടാ. അന്നൊന്നും മൂപ്പര് മുന്തിര. അന്നൊന്നും അദ്ദേഹം ഈ വിഷയം പറഞ്ഞ. അദ്ദേഹത്തിന് വയസ്സായി, ഓർമ്മപ്പെശക് വന്നു, ബുദ്ധിക്ക് ഒരുവിധം അസ്വാസ്ഥ്യമൊക്കെ വന്നപ്പോൾ, ഒരു 70-75 വയസ്സായപ്പോൾ അന്ന് ഇറാഖിൽ പോയിട്ട്, മദീനക്കാരനായ ഹിശാം ഇബ്നു ഉർവ, അയാൾ നല്ല ഘട്ടത്തിൽ അദ്ദേഹം ഒരുപാട് ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അബൂബക്കർ സലഫി പറഞ്ഞോലോ, അദ്ദേഹം വേറെയും കുറെ ഹദീസ് പറഞ്ഞിട്ടില്ലേ? ഞങ്ങൾ അതിനൊന്നും എതിർപ്പ് പറയില്ല. അതിന് ഞങ്ങൾ എതിർപ്പ് പറയില്ല. ഞങ്ങൾ എതിർപ്പ് പറയുന്നില്ല. മീനിങ് മുൻഗാമികളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. അവരൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ നല്ല ബുദ്ധി ഉണ്ടായിരുന്ന കാലഘട്ടത്ത് അദ്ദേഹം പറഞ്ഞ ഹദീസിന് കുഴപ്പമില്ല. പക്ഷെ ഓർമ്മപ്പെശകും അബദ്ധവും വന്നതിന്റെ ശേഷം ഇറാഖിൽ പോയി അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലിന് കൂടോത്രം ബാധിച്ചിരുന്നു. ആരാണോ മൂപ്പരോട് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്? മൂപ്പരെന്നെ പറയാം, എന്റെ ഉപ്പയാണ്. ഉപ്പാരാ? ഉർവ. ഈ കഥ ഉർവയിൽ നിന്ന് ഹദീസ് പഠിച്ച 25-ലധികം പണ്ഡിതന്മാരെ ഹദീസ് പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ശരിക്കും മനസ്സിലായിക്കോളി. ഉർവയുടെ മകനാണ് ഹിശാം. ഉർവ റളിയല്ലാഹു അൻഹു ഹദീസ് 25-ലധികം പണ്ഡിതന്മാർക്ക് ഹദീസ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ 25 പണ്ഡിതന്മാർ ലോകത്ത് എവിടെയും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഉസ്താദ് ഉർവ ഈ സംഭവം ഹദീസ് കൂടോത്രത്തിന്റെ ഹദീസ് പഠിപ്പിച്ചൊന്നും ഒരൊറ്റ ഹദീസും പറഞ്ഞില്ല. ഉർവ പഠിപ്പിച്ചൊന്നും മകൻ ഹിശാം മാത്രമേ പറഞ്ഞുള്ളൂ. എന്തേ അങ്ങനെ വന്നത്? എങ്ങനെ അങ്ങനെ വന്നത്? അവിടെയാണ് സംശയം. ഇനി കുതിരളിയല്ലോ എടുക്കങ്ങള് ഹദീസിനെ ഒരുപാട് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ ഒരു ചെറിയ സംഭവം പറഞ്ഞുതരാം. ഹലോ കേട്ടോളൂ. ഇത് ഈ ഭാഗം ഫത്ഹുൽ ബാരിന്റെ മുഖദ്ദിമയിൽ ഫോട്ടോ കോപ്പി എടുത്താം. ഫത്ഹുൽ ബാരിയിലെ ഹാഫിദ് ഇബ്നു ഹജർ പറയുന്നത് അദ്ദേഹം മുദല്ലിസാണെന്ന.
കണ്ടോ? ആദാ ഹുവ തദ്ലീസ്. ഇതെല്ലാം നിഷേധിക്കാൻ വരി. തദ്ലീസ് എന്ന് പറഞ്ഞാല് മുദല്ലിസിന്റെ ഹദീസ്, കേൾക്കാത്തത് കേട്ടു എന്ന് പറയുന്ന സ്വഭാവം. ഇപ്പൊ യാസ്മീനിലേക്ക് എനിക്കൊരു സംഭവം കേട്ടിട്ടില്ല. ഞാൻ പറയാ, എന്നോട് യാസ്മീൻ പറഞ്ഞു എന്ന് പറയാം. അങ്ങനത്തെ എന്നെ സംബന്ധിച്ച് മുദല്ലിസ് എന്നാ പറയാ. അനത്തിന്റെ ആളെന്ന് പറയും. ആ വിഷയം, എന്റെ ഈ വിഷയം ദീനിലെ ഹുജ്ജത്തിന് പറ്റൂല. ഞാൻ വേഗം മനസ്സിലാവുന്ന സംഭവം പറഞ്ഞുതരാം. നമ്മൾ പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുപോലും നല്ലതാന്ന് പറയും, പോകട്ടെ എന്ന് പറയും, നിർബന്ധിക്കേണ്ട പറയും. സഹിയായ ധാരാളം ഹദീസുണ്ട്. അപ്പൊ നമ്മളെ സുന്നികൾ എന്താ പറയല്? ഉപയൂത്തുന്ന ഖൈറുല്ലഹുന്ന, ഉപയൂത്തുന്ന ഖൈറുല്ലഹുന്ന, അവരെ വീടാണ് അവർക്ക് ഏറ്റവും ഉത്തമം. ഇതല്ലേ നിങ്ങൾ സുന്നികൾ പറയല്? എന്നാൽ ഈ ഹദീസ് നമ്മളിതിനെ എതിർക്കാനുള്ള കാരണം എന്താ? ആ ഹദീസ് സഹിയല്ല. എന്തുകൊണ്ട്? ഇബ്നു ഉമർ ആണ് ഈ ഹദീസ് പറഞ്ഞത്. ഉമറിന്റെ പുത്രൻ, ഉമറിന്റെ പുത്രൻ അബ്ദുല്ലാഹിബ്നു ഉമറിൽ നിന്ന് ഈ ഹദീസ് കേട്ടു എന്ന് പറഞ്ഞാരാ? ഹബീബിന് അബീ സാബിത്താണ്. ഹബീബിന് അബീ സാബിത്ത് ഇബ്നു ഉമറിനെ കണ്ടിട്ടുണ്ടോ ജീവിതകാലത്ത്? ഇല്ല. പിന്നെങ്ങനെ ഹദീസ് പറയാ? അപ്പൊ ഈ ഹദീസിനെ പറഞ്ഞെന്താ? അനത്തിന്റെ ഹദീസ്, തദ്ലീസിന്റെ ഹദീസ്, അത് ഹുജ്ജത്തിന് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് പെണ്ണിന് വീടാണ് ഉത്തമം എന്ന ഹദീസാൻ തട്ടി. വേറൊരു കാര്യമുണ്ട്, ഷാദുമാണ് ഈ ഹദീസ്. ഷാദ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അറിയപ്പെട്ട ഹദീസുകൾക്ക് വിരുദ്ധമായി, അതിന്റെ ആശയത്തിന് എതിരായി ഒറ്റ ഹദീസ് വരിക. ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തുർമുദി, ഇബ്നു മാജ അടക്കം ധാരാളം ഹദീസിന്റെ കിതാബ് റസൂലുള്ളാഹിന്റെ കാലത്ത് പെണ്ണുങ്ങൾ പള്ളിക്ക് പോയതുണ്ട്. ഈ ഹദീസുകൾക്ക് മുഴുവൻ വിരുദ്ധമായിട്ട് റസൂൽ പറഞ്ഞു പോലും, ബുയൂത്തുന്ന ഖൈറുല്ലഹുന്ന, പെണ്ണുങ്ങളെ നിങ്ങൾ പെരുകി തരാൻ മതി. അല്ലോ, അപ്പൊ തവാത്തുറുള്ള പരക്കെ പ്രശസ്തിയാദിച്ച സംഭവത്തിന് എതിരിൽ ഒറ്റപ്പെട്ട ഒരു ആശയം വന്നാൽ അത് വലിച്ചെറിയണം. അത് സക്കരിയ സലാഹിയും പറയുന്നുണ്ട്. എവിടെ? സക്കരിയ സലാഹിന്റെ ബുക്ക് വാങ്ങിക്കുന്നത് മുസ്ലിമിന്റെ പരിഭാഷയിൽ അയാളും പറയുന്നുണ്ട്, ഒരു വിഷയത്തിൽ റസൂലുള്ളാഹിന്റെ സംഭവത്തിൽ ഒരു വ്യക്തി മാത്രം ഹദീസ് പറഞ്ഞാൽ അത് ഹിശാം ബിൻ ഉർവ എന്ന് പറഞ്ഞ ഒരൊറ്റ വ്യക്തിയാണ് റസൂലുള്ളാഹി കൂടോത്രം വായിച്ചു പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂല് 6 മാസത്തോളം വകതിരിവില്ലാതെ ചെയ്യാത്ത പണി ചെയ്തു തോന്ന ഭാര്യമാരടുത്ത് പോയിട്ടില്ല. ആയിഷാബീന്റെ അടുത്ത് പോയി, മറ്റേ വീരത്ത് പോയി, ഇങ്ങനെ മാനസിക വിഭ്രാന്തി ഉണ്ടായി നടന്നിട്ട് അള്ളാന്റെ റസൂലിനെ നെഞ്ചിലേറ്റി ജീവൻ കൊടുത്ത് റസൂലുള്ളാഹിനെ സംരക്ഷിക്കുന്ന സഹാബത്ത് ഈ അവസ്ഥ ഒറ്റ സഹാബിൻ പറഞ്ഞിട്ടില്ല. അബൂബക്കർ പറഞ്ഞില്ല, ഉമർ പറഞ്ഞില്ല, ഉസ്മാൻ പറഞ്ഞില്ല, അലി പറഞ്ഞില്ല, തൽഹ പറഞ്ഞില്ല, അബൂബൈദ് പറഞ്ഞില്ല, സഅദ് പറഞ്ഞില്ല, സഈദ് പറഞ്ഞില്ല. ഞാൻ ഈ പറഞ്ഞക്കാരാ അശ്വത്തുൽ മുബശ്ശിറിൽപ്പെട്ട മഹാന്മാരാ. ലക്ഷക്കണക്കിന് സഹാബത്ത് പറഞ്ഞില്ല. പിന്നെ ആരാ പറയുന്നത്? എന്റെ സഹോദരൻ ജാഫർ, നിങ്ങൾ പഠിക്കണം. അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾ മോശമാക്കരുത് പ്ലീസ്. അള്ളാഹിന്റെ റസൂലിന് എന്റെ നേതാവാരാ? നേതാവ് നിങ്ങൾക്കറിയില്ലേ? കുറച്ച് നച്ചോട്ടനെ നിങ്ങൾക്ക് ഞാനതൊക്കെ എന്തൊരു ഇടങ്ങേറിൽ എത്ര ഒച്ചി പറഞ്ഞ എനിക്കറിയോ? ഒരു സംസാരിക്കുന്ന ആൾക്കാരെ അതിന്റെ വിഷമം നിങ്ങളിത് ഇങ്ങനെ അതിനെ കളിക്കണ്ടല്ലോ. നിങ്ങൾ കുറച്ചൊച്ച ഇവർക്ക് ആർക്കൊരു വിഷമല്ലാണ് ഉണ്ടായിരിക്കാം, ചില ആൾക്കാർക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ഈ സംസാരിക്കുന്ന നമ്മൾക്ക് ഈ ശബ്ദം വരെ തോന്നുന്ന എന്റെ വർത്താനം കേൾക്കുന്നുണ്ട്, അതിനനുസരിച്ച് നെഞ്ഞി പഠിപ്പിക്കാം. നേരത്തെ ഇങ്ങോട്ട് യാത്രപ്പം റിയാസ് പറഞ്ഞിട്ടുണ്ട്, അതിനെ കളിക്കല്, അതിനെ കളിക്കരുത്. ഈ മണ്ണാർക്കാട്ടത് ഞങ്ങൾക്ക് പറഞ്ഞങ്ങളെ കൈ അവിടെ കുടിച്ച് കെട്ടിക്കുഞ്ഞു അല്ല, പിന്നെ അതിനെ മാന്തി 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 മനുഷ്യരുടെ ഇങ്ങനെ നെഞ്ച് പൊളിക്കണം മരിക്കുന്നത്. പപ്പം എന്ത് സുഖണ്ടല്ലേ? ഈ ശബ്ദങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ടാക്കാണെങ്കിൽ ഇന്നൊരു ദിവസം കേട്ടാ നാളെ പിന്നെ കേൾക്കണ്ട. ഈ ശ്രീകൃഷ്ണനോട് ഇങ്ങനെ നെഞ്ച് ടച്ചിട്ടാ വർത്താനം പറഞ്ഞത്. ഒച്ചല്ലേ നമുക്ക് ഒച്ചല്ല തോന്നുന്നതിന് പേര് ഇടങ്ങറങ്ങുന്നു. ഇന്നപ്പനി ഓപ്പറേറ്റർമാർക്ക് അവർക്ക് ഒന്നും തന്നെ പണി. അപ്പൊ അവർക്ക് ഈ ശബ്ദം കുറച്ച് അലർജി തോന്നും. അപ്പൊ അതിനനുസരിച്ച് ഇങ്ങനെ മാന്തി തുടങ്ങുന്നതിന് എന്റെ കൂട്ടുകാരാ ഒന്നും നടക്കി. അപ്പോ പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂല്, എന്റെ റസൂൽ, എന്റെ റസൂൽ, എന്റെ റസൂലിന് ഞാൻ അഭിമാനം കൊള്ളണം. എന്റെ റസൂൽ ഈ ലോകത്ത് ഏറ്റവും ഉന്നതനാണ് എന്നിന് നമ്മൾ അഭിമാനം കൊള്ളണം. എന്റെ റസൂലാരാ? എന്റെ റസൂൽ 6 മാസം വകതിരിവില്ലാതെ നടന്നവൻ. എന്റെ റസൂലാരാ? പോകാത്ത ഭാര്യമാരത് പോയി എന്ന് തോന്നുന്നവൻ. എന്റെ സഹോദരന്മാരെ, അള്ളാഹുന്റെ റസൂൽ അങ്ങനെ മോശമാക്കാൻ പാടുണ്ടോ? തന്നെയല്ല, കരുതിക്കൂട്ടി ബോധപൂർവം പറഞ്ഞ അള്ളാഹ് പറഞ്ഞില്ല, അനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും മോശമായി ചിത്രീകരിച്ച് നടക്കുന്ന ആൾക്കാര് ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ വഅഅദ്ദ ലഹും.
ശാപം നടക്കും നല്ല വെറുതെ ലബീദുബാസം എന്ന് പറഞ്ഞൊരു ജൂതൻ 3 ഉറുപ്പ്യക്കാണല്ലോ ഈ പണി ചെയ്യുന്നത്. വിദായോന്യായ എന്ന ചരിത്രകാരിയിൽ വന്നത് 3 ഉറുപ്പ്യക്ക്. 3 ഉറുപ്പ്യക്ക് എന്ത് ചെയ്തു? അങ്ങോട്ട് 3 ഉറുപ്പ്യക്ക്, അത് ഇന്ത്യൻ ഉറുപ്പ്യല്ല. 3 ഉറുപ്പ്യ കൊടുത്ത മൂപ്പർ നേരെ പിശാചിനെ വിട്ടു. ആ പിശാച് പോയിട്ട് റഹ്മത്തുലില്ലാഹി